ദൈവത്തിൻ്റെ വചനം നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, നമ്മളിങ്ങനെ റോമാലേഖനം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എന്നാൽ അതിനിടയ്ക്ക് ഇങ്ങനെ ഗ്യാപ്പുകൾ വരുന്നുണ്ട്. ഈ ആഴ്ചയിൽ റോമാലേഖനത്തിലേക്ക് മടങ്ങി വരണം എന്ന് എനിക്ക് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ നിർബന്ധിതനാണ് ദൈവജനത്തിന് ചില കാര്യങ്ങളുടെ ബോധ്യമാക്കണം എന്ന് ഉള്ളത് മനസ്സിലാക്കി ഞാൻ മറ്റൊരു വേദഭാഗത്തിലേക്കാണ് പോകുന്നത്. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ഈ റോമാലേഖനമൊക്കെ ഈസ് ഇറ്റ് ബിയോണ്ട് അസ്? ഇതെല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ? അതുമാത്രമല്ല, പല പ്രസംഗങ്ങളും എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ എന്ന് ഹൃദയം തുറന്ന് ഞാൻ എൻ്റെ സംശയം പ്രകടിപ്പിക്കുകയാണ്. എന്താണ് അങ്ങനെ തോന്നാൻ കാര്യം? ആളുകളുമായിട്ടുള്ള എൻ്റെ ഇൻ്ററാക്ഷനിൽ എനിക്ക് ബോധ്യമാകുന്നതാണ്. ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ, ആളുകളുടെ പ്രതികരണങ്ങൾ കാണുമ്പോൾ അവർക്ക് ഈ കാര്യമൊന്നും മനസ്സിലായില്ലേ എന്ന് ചിന്തിച്ചു പോവുകയാണ്. അതുകൊണ്ട് റോമാലേഖനം നമ്മൾ വിട്ടു എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് താമസങ്ങൾ വരുന്നത് അതിലേക്ക് മടങ്ങി വരാൻ. കാരണം അത് ആഗ്രഹിക്കുന്ന ഒരു സംഘവും ഇതിനകത്തുണ്ടെന്നുള്ളത് എനിക്ക് കൃത്യമായ ബോധ്യം ഉണ്ട്. എന്നാൽ പൊതുവെ പലർക്കും അടിസ്ഥാനപരമായി അറിയേണ്ട കാര്യങ്ങൾ ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പലരും ഗ്രഹിക്കാതെ ഇരിക്കുന്നത്? പ്രധാനമായ ഒരു മേജർ പ്രോബ്ലം ഞാൻ നിങ്ങളോട് പറയാം. ആ മേജർ പ്രോബ്ലം എന്നുള്ളത്, വചനവിരുദ്ധമായി നമ്മൾ ശരിയാണെന്ന് ചിന്തിച്ച് നമ്മുടെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന പല കാര്യങ്ങളെയും ദൈവവചനം വിവേചിക്കുമ്പോൾ ആ വചനത്തിലൂടെ നാം തെറ്റിലാണ് എന്ന ബോധ്യമുണ്ടായി വചനവിരുദ്ധമായി നമ്മുടെ മനസ്സിൽ താലോലിക്കുന്ന കാര്യത്തെ വിട്ടുകളയാൻ പലർക്കും, അല്ലെങ്കിൽ അൺലേൺ ചെയ്യാൻ പലർക്കും കഴിയാതെ ഇരിക്കുകയാണ്. മറ്റൊരു ചർച്ചിൽ നിന്ന്, നിങ്ങൾ ഗൾഫിലായിരുന്നപ്പോൾ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തായിരുന്നപ്പോൾ ഒരു ചർച്ചിൽ നിങ്ങൾ ഇവിടെ വന്നു. അവിടെ നിങ്ങൾ ട്രെയിൻഡാണ്, ഒരു പാറ്റേണിൽ ചിന്തിക്കാൻ നിങ്ങൾ ട്രെയിൻഡാണ്. പെട്ടെന്ന് ഇവിടെ വേറെ ഒരു സംഭവമാണ്. അപ്പോൾ ഇത് ദൈവവചനപ്രകാരമാണോ, അന്ന് പഠിച്ചത് ദൈവവചനപ്രകാരമാണോ എന്ന് ചിന്തിക്കാതെ പെട്ടെന്ന് അങ്ങ് ടേൺ ഓഫ് ആവും. അത് ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് സോൾവ് ആകാൻ ഈസി ആയിട്ട് കഴിയും. കേൾക്കുന്നത് ദൈവവചനപ്രകാരമാണോ എന്ന് ശ്രദ്ധിക്കുകയും ധ്യാനിക്കുകയും അത് ദൈവവചനപ്രകാരമാണെന്നുള്ള ബോധ്യമുണ്ടായാൽ നേരത്തെ വചനവിരുദ്ധമായി കൊണ്ട് നടക്കുന്ന ചിന്തകളെ നാം മനഃപൂർവ്വമായി വിട്ടുകളയണം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാകാം, അല്ല ഇത് ആർക്കെങ്കിലും ഒന്നോ രണ്ടോ പേർക്കല്ല. വിട്ടുകളഞ്ഞിട്ട് വചനത്തിൽ അടിസ്ഥാനമിടണം, അല്ലെങ്കിൽ മേളിലോട്ട് പണി നടക്കത്തില്ല. അതാണൊരു പ്രധാന വിഷയം. വചന വെളിപ്പാടനുസരിച്ച് നമ്മൾ ഒരു ഷിഫ്റ്റ്, എററിൽ നിന്ന് ഒരു ഷിഫ്റ്റ് നടത്താൻ ഹൃദയപൂർവ്വം ആഗ്രഹിക്കണം. ഇത്രയും ആമുഖമായി പറഞ്ഞിട്ട് 2 തിമോത്തിയോസിൻ്റെ ലേഖനത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയാണ്. 2 തിമോത്തിയോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ ഉള്ള വാക്യങ്ങൾ 8-9 പ്രസംഗമായിട്ട് നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ചതാണ്.
ഇന്ന് രാവിലെ 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ചില ആഴ്ചകൾക്ക് മുമ്പ് എൻ്റെ മകൻ ഇതേ വേദഭാഗം ഇവിടെ ധ്യാനിച്ചിരുന്നു. അത് നമ്മൾക്ക് അനുഗ്രഹമായിരുന്നു. എന്നാൽ ഒരിക്കൽ കൂടെ അവിടെ ഒന്ന് ധ്യാനിച്ച് അതിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള എംഫസിസ് ദൈവസഭയോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് എനിക്ക് എൻ്റെ ഹൃദയത്തിൽ തിടുക്കമുള്ളത്. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തു യേശുവിനെയും സാക്ഷി വച്ച് അവൻ്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്. വചനം പ്രസംഗിക്കാം, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കാം, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസകരമാർ സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥകൾ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. നീയോ സകലത്തിലും നിർമ്മതൻ ആയിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷകൻ്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. അപ്പോസ്തലനായ പൗലോസ് പുതിയ നിയമത്തിൽ 13 ലേഖനങ്ങളാണ് എഴുതിയിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അദ്ദേഹം ഏറ്റവും അവസാനം എഴുതിയ ലേഖനമാണ് 2 തിമോത്തിയോസിൻ്റെ ലേഖനം. 1 തിമോത്തി, 2 തിമോത്തി, തീത്തോസ് എന്നീ ലേഖനങ്ങൾ ഇടയ ലേഖനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ശുശ്രൂഷകർക്ക് വിശേഷാൽ ഉള്ള ധാരാളം ദൂതുകൾ ഇതിനകത്തുണ്ട് എന്ന് ഞാൻ പറയുന്നത് കൊണ്ട് ശുശ്രൂഷകരിൽ മാത്രം ഈ ലേഖനങ്ങളെ പരിമിതപ്പെടുത്തി നമ്മൾ ചിന്തിക്കുകയും അരുത്. ഇത് ദൈവസഭയ്ക്ക് ഒരു അനുഗ്രഹം ആണ്. ഈ ലേഖനം യൗവനക്കാരനായ തിമോത്തിയെ ഉത്സാഹിപ്പിക്കാൻ, എൻകറേജ് ചെയ്യാൻ വേണ്ടിയാണ് എഴുതുന്നത്. പൗലോസ് സ്ഥാപിച്ച എഫെസോ സഭയിൽ പിൻകാലങ്ങളിൽ തിമോത്തിയാണ് നേതൃത്വ സ്ഥാനത്ത് വന്നത്. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ ആ സ്ഥലം പൗലോസ് വിടുമ്പോൾ അദ്ദേഹം അവിടെയുള്ള മൂപ്പന്മാരോട് പറഞ്ഞിരുന്നു, ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും, ദുരുപദേശകർ പുറത്തു നിന്നും അകത്തു നിന്നും അറ്റാക്ക് ചെയ്യും. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ച് ദൈവസഭയിൽ കുലുക്കങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. തിമോത്തി അവിടുത്തെ നേതൃത്വ സ്ഥാനത്തിലാണ്. അദ്ദേഹത്തിന് പൗലോസിനോളമുള്ള ധൈര്യശാലി അല്ലെങ്കിൽ പോലും വിശ്വാസത്യാഗം സംഭവിക്കുന്ന ഇടത്ത് വിശ്വാസത്തെ ഡിഫെൻഡ് ചെയ്യുവാൻ പൗലോസ് അദ്ദേഹത്തെ ബലപ്പെടുത്തുകയാണ്. മാത്രമല്ല, ഞാനിതിനെ മനസ്സിലാക്കുന്നത് മരണം നേരിൽ കണ്ടുകൊണ്ടാണ് പൗലോസ് ഇത് എഴുതുന്നത്. ഇത് ശരിക്കും ബാറ്റൺ കൈമാറ്റം കൂടെയാണ്. ഏത് ദിവസവും താൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. താൻ ഇത് എഴുതുമ്പോൾ റോമൻ കാരാഗ്രഹത്തിൽ താൻ കിടക്കുകയാണ്. താൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാലും വളർത്തിക്കൊണ്ട് വന്ന ഈ തിമോത്തി വേണം പിന്നീട് ഈ ശുശ്രൂഷയിൽ മുൻപന്തിയിൽ വരാൻ. അദ്ദേഹം പഠിച്ച കാതലായ ഉപദേശ സത്യങ്ങൾക്ക് വേണ്ടി ശക്തമായി നിൽക്കണം. ഒരു ബാറ്റൺ കൈമാറുന്ന ഒരു വിടവാങ്ങൽ ദൂതായിട്ടൂടെ നമ്മൾ ഈ ലേഖനത്തെ മനസ്സിലാക്കണം. ഇപ്പോൾ 2 തിമോത്തി 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമ്മളിവിടെ വായിച്ചു. ഇത് പ്രാഥമികമായിട്ട് തിമോത്തിക്കാണെങ്കിലും ഇത് എക്സ്റ്റൻഷനിൽ എല്ലാ ശുശ്രൂഷകർക്കും ഉള്ളതാണ്, എല്ലാ വിശ്വാസികൾക്കും ഉള്ള പാസേജായി മനസ്സിലാക്കണം. ആദ്യത്തെ 2 വാക്യങ്ങളിൽ വചനം
പ്രസംഗിക്കേണ്ടതിൻ്റെ മുൻഗണനയാണ് വിഷയം. 3-4 വാക്യങ്ങളിൽ വചനപ്രസംഗം കേൾക്കുന്നതിലെ പ്രശ്നം, 5-ാം വാക്യത്തിൽ വചനം പ്രസംഗിക്കുന്നത് എന്ത് പ്രതികൂലം വന്നാലും സ്ഥിരതയോടെ മുന്നേറണം. ഇതാണ് 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളുടെ കാതലായ ഉള്ളടക്കം. 1-ാം വാക്യം നമുക്ക് ചേർന്ന് ചിന്തിക്കാം. ബൈബിള് എല്ലാവരും നോക്കണം, അർത്ഥം ഗ്രഹിക്കുക. 1-ാം വാക്യത്തിലാണ് തിമോത്തിക്കുള്ള ദൈവിക നിയമനത്തിൻ്റെ ഗൗരവം കാണുന്നത്. ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ദൈവിക നിയമനമാണ്, അത് വലിയ ഗൗരവമുള്ളതാണ്, അതിന് കണക്ക് കൊടുക്കേണ്ടതാണ് എന്ന ഒരു വിലയേറിയ സത്യം പോൾ 1-ാം വാക്യത്തിൽ പറയുകയാണ്. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുവേശുവിനെയും സാക്ഷി വെച്ച് അവൻ്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്. ഒരു കൽപ്പനയാണ്. ആ കൽപ്പന കൊടുക്കുമ്പോൾ സാക്ഷികളായി എന്ന് പറഞ്ഞാൽ പിതാവാം ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും സാന്നിധ്യത്തിൽ നിന്നുകൊണ്ടാണ് പോൾ ഈ വിലപ്പെട്ട കൽപ്പന കൈമാറുന്നത്. അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അപ്പം കാരാഗ്രഹത്തിൽ പിടിച്ച് പൂട്ടപ്പെട്ടവനാണ്. അടുത്ത ദിവസങ്ങളിൽ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമെങ്കിലും ആത്മനിറവ് കണ്ടോ? ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ് താൻ ഈ കത്തെഴുതി കൈമാറുന്നത്. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മൊമെൻ്റാണ്. പൗലോസ് ഈ വാക്കുകളിലൂടെ ആഗ്രഹിക്കുന്നത് തിമോത്തി ഈ സാഹചര്യത്തിൻ്റെ ഗൗരവം തിരിച്ചറിയണം. എല്ലാ ഉപദേശിമാരും ഗൗരവം തിരിച്ചറിയണം. ശുശ്രൂഷ, സുവിശേഷ വേല എന്ന് പറയുന്നത് തമാശല്ല, വളരെ ഗൗരവമുള്ള കാര്യമാണ്. പൗലോസ് ഇവിടെ ഉപയോഗിക്കുന്ന ഭാഷാ ശൈലി നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ഒരു പ്രസംഗി എന്ന നിലയിൽ തിമോത്തിയോസിൽ നിക്ഷിപ്തമായിരിക്കുന്ന ആ വലിയ ദൗത്യത്തിന് ഊന്നൽ കൊടുക്കുന്നതാണ്. കട്ടിവാക്ക പിതാവാം ദൈവത്തെയും സകലരെയും ന്യായം വിധിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെയും സാക്ഷി നിർത്തിക്കൊണ്ടാണ് പോൾ തിമോത്തിയോസിനോട് ചില കാര്യങ്ങൾ പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും ഇത് മനസ്സിലാക്കി ആ ഗൗരവത്തിലേക്ക് നാം വരണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുവേശുവിനെയും സാക്ഷി വെച്ച്, ഒരു കോടതിയിൽ എന്ന പോലെ 2 വിറ്റ്നസ്സുകളാണ് പൗലോസ് ഇവിടെ പറയുന്നത്. പിതാവാം ദൈവം, പുത്രനായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ മടങ്ങിവരവിൻ്റെയും രാജ്യസ്ഥാപനത്തിൻ്റെയും കാര്യം പറയുന്നു. മാത്രമല്ല അവിടുന്ന് ന്യായം വിധിക്കും എന്ന കാര്യം കൂടെ പറയുന്നു. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ, എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. അപ്പം നാം ഇത് അറിയണം. ശുശ്രൂഷകരും വിശ്വാസികളും എല്ലാവരും അറിയണം, നമ്മുടെ ശുശ്രൂഷയ്ക്കും നമ്മുടെ ജീവിതത്തിനും നാം ഒരു ദിവസം കണക്ക് കൊടുക്കേണ്ടതാണ്. അല്പസമയം മുമ്പ് പാട്ടുകൾ പാടി ഇവിടെ ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്തു. അവര് സൺഡേ സ്കൂൾ പഠിപ്പിച്ചവർ, പ്രസംഗിച്ചവർ, പഠിപ്പിച്ചവർ, we have to give an account. ഈ വചനങ്ങളെല്ലാം കേട്ടുകൊണ്ടിരുന്നവർ, you will give an account.
അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. എന്ന് പറഞ്ഞാൽ തിമോത്തി മനസ്സിലാക്കണം, തിമോത്തിയുടെ ശുശ്രൂഷ കോൺസ്റ്റന്റ് സ്ക്രൂട്ടിനിയിലാണ്. തിമോത്തിയോസ് ദൈവസഭയിൽ ശുശ്രൂഷിക്കുന്നത് സ്കാനിങ് മെഷീന്റെ മുന്നിൽ എന്ന പോലെയാണ്. ഇന്നത്തെ ഒരു ഭാഷ ഉപയോഗിച്ചേ ഉള്ളൂ, ക്യാമറയുടെ മുൻപിലാണ്. ഓരോ വാക്കിനും വ്യാഖ്യാനത്തിനും ഉദ്ദേശത്തിനും കണക്ക് കൊടുക്കണം. ഒന്നാം വാക്യം വളരെ ഗൗരവമുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഇതറിയാതെയാണ് ശുശ്രൂഷകർ ശുശ്രൂഷിക്കുന്നതും കേൾവിക്കാർ വന്ന് ഇരിക്കുന്നതും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ തിമോത്തിയുടെ അറ്റൻഷൻ ഇവിടെ പൗലോസ് അശ്രദ്ധ ഇങ്ങോട്ട് പിടിച്ചെടുക്കുകയാണ്. ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെയും ആണ് സാക്ഷി നിർത്തുന്നത്. 2 കൊരിന്ത്യർ 5:10 നമുക്കറിയാവുന്ന വാക്യം. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. 1 കൊരിന്ത്യ ലേഖനം 3-ാം അധ്യായം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ നോയിക്കേ. പൗലോസ് എന്താണ് പറയുന്നത്? ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന് വെള്ളി വിലയേറിയ കല്ല്, അതാണ് ഒരു കൂട്ടം പണി. അടുത്ത കൂട്ടം എന്താ? മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നു എങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തൻ്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുന്നു എങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തൻ്റെ പ്രവൃത്തി വെന്തുപോകുന്നെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും. എന്നാൽ തീയിൽ കൂടെ എന്നതുപോലെ അത്രേ. അപ്പൊ ആ ദിവസം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ ഒന്നും മറയ്ക്കാനൊക്കത്തില്ല. അവിടെ എൻ്റെ കാര്യം തെളിയിക്കാൻ വേറെ സാക്ഷികളൊന്നും വേണ്ട. എന്തായിരുന്നു ശുശ്രൂഷ, എങ്ങനെ ശുശ്രൂഷിച്ചു, അതിന് ഇന്നവരുടെ തെളിവൊന്നും വേണ്ട. എല്ലാം തെളിഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് തിമോത്തിയുടെ പ്രസംഗങ്ങൾ ഒരു നിലയിലും സദസ്സിന്റെ ഇൻഫ്ലുവൻസിലാകരുത്. പൗലോസിന് തിമോത്തിയോട് പറയാനുള്ളത് 2-ാം വാക്യത്തിൽ പ്രസംഗിക്കണം. പ്രസംഗകനെയാണ്, പ്രസംഗകനെ ഓടുള്ള നിർദ്ദേശമാണ്. അത് 1-ാം വാക്യത്തിന്റെ വെളിച്ചത്തിലാണ്. നിന്നെ സ്കാൻ ചെയ്യുകയാണ്, സ്ക്രൂട്ടനി ഉണ്ട് നിനക്ക്, നീ ഇതിന് കണക്ക് കൊടുക്കണം. അതുകൊണ്ട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, ആളുകൾക്ക് വേണമെങ്കിലും വേണ്ടായെങ്കിലും, you preach. Praise the Lord. അല്ലാതെ ആളുകൾക്കിടെ റിയാക്ഷൻ അനുസരിച്ച് നമ്മൾ അവരുടെ ഇഷ്ടത്തിനൊത്ത് മാറുകയല്ല. കൃത്യമായിട്ട് നമ്മൾ ഈ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കണം. കാരണം എല്ലാ ശുശ്രൂഷകരും സദസ്സിലിരിക്കുന്ന കേൾവിക്കാരും കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു ദിവസം നിൽക്കേണ്ടതാകുന്നു. ഇത് നാം എല്ലാവരും തിരിച്ചറിയണം. ഇത് തിരിച്ചറിഞ്ഞാൽ ഇത് കൃത്യമായി പണി ചെയ്യുന്നവർക്ക് അത് ഒരു എൻകറേജ്മെൻ്റ് ആണ്. വിശ്വസ്തയോടെ അവരവരുടെ പണി ചെയ്താൽ ആ ദിവസത്തിൽ അവർക്ക് പ്രതിഫലമുണ്ട്. ഇവിടെ ആളുകൾ പരാജിതരെന്നൊക്കെ തോന്നിയേക്കാം, പക്ഷെ ആ ദിവസത്തിൽ ഇതിന് ദൈവത്തിൽ നിന്ന് റിവാർഡുകൾ ഉണ്ട്. സ്തോത്രം. 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുൻപ് ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. എന്ന് പറഞ്ഞാൽ ശുശ്രൂഷ ചെയ്തതിൻ്റെ പിൻപിലുള്ള ഉദ്ദേശം പുറത്തു വരും. അത് ലോകത്തിൽ ആർക്കും അറിയത്തില്ല. ഇന്നെന്തിനാണ് ഈ പ്രസംഗം പ്രസംഗിക്കുന്നത്? ലോകത്തിൽ ആർക്കും അറിയത്തില്ല. എന്താണ് എൻ്റെ മനസ്സിലെ പ്ലാൻ? ആ ദിവസം ഇത് പുറത്തു വരും. ദ മോട്ടീവ്സ് ഓഫ് ദ ഹാർട്ട്
ഇത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലൂടെ അപ്ലൈ ചെയ്തു, കുടുംബജീവിതത്തിൽ അപ്ലൈ ചെയ്തു. നാം ചെയ്യുന്ന നല്ലതെന്ന് തോന്നുന്നത് പോലും ഉള്ളിൽ മറഞ്ഞിരുന്ന ഉദ്ദേശമെന്താ, മോട്ടീവ് എന്താണെന്ന് ഒരു ദിവസം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കുമ്പോൾ വിശ്വാസികളുടെ ഹൃദയം മുഴുവനും തെളിഞ്ഞു വരും. അന്ന് ഓരോരുത്തന് ദൈവത്തിങ്കൽ നിന്ന് പുകഴ്ച ഉണ്ടാകും. ഇവിടുത്തെ പുകഴ്ച കൊണ്ടെന്താണ്? അതിനകത്താരും വീണു പോകരുത്, കറങ്ങിപ്പോകരുത്. ദൈവത്തിൽ നിന്ന് പുകഴ്ച ലഭിക്കത്തക്കവണ്ണമാണ് ഓരോ ശുശ്രൂഷകരും ശുശ്രൂഷിക്കേണ്ടത്. സ്തോത്രം. എതിരാളികൾ കണ്ടേക്കാം, ക്രിട്ടിസൈസ് ചെയ്യുന്നവർ കണ്ടേക്കാം. ഇതൊന്നും ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ചുള്ള വിഷയമല്ല. കാരണം ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും സന്നിധിയിലാണ് നിൽക്കുന്നത്. ദൈവപ്രസാദമുള്ളതാണ് ശുശ്രൂഷിക്കേണ്ടത്, വേറെ ഒന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അദ്ദേഹം പറയാ, ഇത് പറഞ്ഞിട്ട് സത്യം ചെയ്ത് കൽപ്പിക്കുന്നത് ഒരു ഫോഴ്സ്ഫുൾ ഓർഡറാണ്, ഒരു കമാൻഡ്മെൻ്റാണ്. ഇത്രയും ഞാൻ പറയുന്ന രണ്ടാം വാക്യത്തിൻ്റെ ഘനം നിങ്ങൾക്കൊന്ന് ബോധ്യമാക്കാനാണ്. അതാണ് എനിക്ക് ദൈവസഭയോട് പറയാനുള്ളത്. പക്ഷെ രണ്ടാമത്തെ വാക്യം ഒന്നാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഗ്രഹിക്കേണ്ടത്. ഒരു ശുശ്രൂഷകന് ഉഴപ്പാനൊക്കത്തില്ല. അവനെ ഏൽപ്പിച്ചത് എന്താണെന്നാണ് രണ്ടാം വാക്യം. ആ ശുശ്രൂഷകൻ ദൈവത്തിൻ്റെ സന്നിധാനത്തിലാണ്. ദൈവം അവനെ ഏൽപ്പിച്ചത് ദൈവമാണ്. അവൻ എങ്ങനെ ഈ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സകല ഉള്ളുകളെയും അറിയാമെന്ന ദൈവം അവനെ 24 മണിക്കൂറും സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഞാനൊരു കാര്യം പറയാം, ശുശ്രൂഷകർ വളരെ സൂക്ഷിക്കണം. യാക്കോബിൻ്റെ ലേഖനം 3:1 പറയുന്നത് എല്ലാവരും ഉപദേഷ്ടാക്കന്മാരാകരുതെന്ന. എന്താ കാര്യം? സ്ട്രിക്റ്റർ ജഡ്ജ്മെൻ്റ് ആണ്. എല്ലാവർക്കും പ്രസംഗിക്കാൻ വലിയ ഇഷ്ടമാണ്, അങ്ങനെ ആകരുത്. ദൈവം ഏൽപ്പിച്ചെങ്കിലേ ചെയ്യാവൂ. ആ വാക്യം ഒന്ന് വായിച്ചു, യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരും എന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത്. ഇത് കേട്ടിട്ടുണ്ടോ? നിങ്ങളിൽ അധികം പേര് ഉപദേഷ്ടാക്കന്മാർ. അതെന്താണ്? സ്ട്രിക്റ്റർ ജഡ്ജ്മെൻ്റാ. ഈ പണിയുടെ അത്രയും ഡെലിക്കേറ്റായിട്ടുള്ള പണി വേറെ ഉണ്ടോ? ദൈവം അപ്പോയിൻ്റ് ചെയ്യുന്നു. എല്ലാവർക്കും പ്രസംഗിയാകാൻ ഒക്കത്തില്ല. ദൈവത്താൽ നിയോഗിതരും ദൈവത്താൽ ആ പണിയെടുക്കാൻ അഭിഷിക്തരുമാണ്. അത് ഒരാളിൻ്റെ പ്രത്യേക ക്വാളിഫിക്കേഷനോ ഗുണം കൊണ്ടോ ഒന്നുമല്ല. ദൈവം ഒരാളെ ചൂസ് ചെയ്യുക, ദൈവം ആളിൻ്റെ മേൽ കൃപ പകരുക. എന്തിന്? ദൈവ ഇഷ്ടം പറയാൻ. എന്നിട്ട് ദൈവം ഈ ആളിനെ വാച്ച് ചെയ്തിട്ട് അവസാനം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ ഓരോ പ്രസംഗവും ഇവാലുവേറ്റ് ആവും. ഈ പുൾപ്പിറ്റ് 1000 പ്രസംഗത്തിൽ കൂടുതൽ ഈ പുൾപ്പിറ്റ് നിന്നുകൊണ്ട് പ്രസംഗിച്ചിട്ടുള്ളതാണ്. ഇത് മൊത്തം സ്കാനിങ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്തായിരുന്നു പ്രസംഗ വിഷയം? എന്തിനിത് പ്രസംഗിച്ചു? വ്യാഖ്യാനം ശരിയാന്നു, ദുർവ്യാഖ്യാനം വരുന്നില്ല. സ്തോത്രം. ആ 1-ാം വാക്യം നമ്മളൊന്ന് പരിചയപ്പെടുക. ഒന്നുകൂടെ വായിക്കാം. 2 തിമോത്തി 4:1-ാം വാക്യം. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച് അവന്റെ പ്രത്യക്ഷതയും കർത്താവിന്റെ 2-ാം വരവിനെ കുറിച്ചാണ്. രാജ്യത്തെയും അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്. അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കണം. വചനം പ്രസംഗിക്കാം. അവിടെ നിൽക്കാൻ കുറച്ച് സമയം. വചനം
പ്രസംഗിക്കുക. അതാണ് ഒന്നാമത്തെ കൽപ്പന. താഴോട്ട് മുഴുവൻ കൽപ്പനകളാണ്. എന്തിനാ ഈ വചനം? സഭായോഗത്തിൽ വചനം, കോട്ടേജ് മീറ്റിംഗ് വചനം, ഉപവാസ പ്രാർത്ഥന വചനം, വചനം വചനം വചനം. ഇതിനകത്ത് എന്താണ് കാര്യം? അത് ദൈവവചനമായതുകൊണ്ടാണ്, അപ്പോസ്തോലിക ഉപദേശമാണ്, ദൈവത്തിൻ്റെ ഹിതമാണ്. അത് സഭ മനസ്സിലാക്കണം. വചനമാണ് വേണ്ടത്. വചനം പ്രസംഗിക്കുക. ആദ്യത്തെ വാക്ക് വചനം. പൗലോസ് പറയുന്നത് വളരെ ശ്രദ്ധിക്കണം. തിമോത്തിക്ക് എന്തെങ്കിലും ഒന്ന് പ്രസംഗിക്കല്ല. നോ, വചനം എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ട കയ്യിലിരിക്കുന്ന ഈ 66 പുസ്തകമടങ്ങിയ ദൈവത്തിൻ്റെ വചനം. ഇതാണ് എഫെസോ സഭയിൽ പ്രസംഗിക്കേണ്ടത്. ഇതാണ് ലോകത്തിലുള്ള എല്ലാ സഭകളിലും പ്രസംഗിക്കേണ്ടത്. അപ്പോസ്തലപ്രവൃത്തി 20:27 പൗലോസ് ദൈവവചനത്തെ നോക്കി എങ്ങനെയാ പറയുന്നതെന്ന്. ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. ദ ഹോൾ കൗൺസിൽ ഓഫ് ഗോഡ്. 3-ാം അധ്യായത്തിൻ്റെ 14, 15, 16 വാക്യം വായിക്കുമ്പോൾ അവിടെയും ദൈവവചനത്തെക്കുറിച്ചും വചനത്തിൻ്റെ ആധികാരികതയെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നോക്കിക്കേ, 3-ാം അധ്യായത്തിൻ്റെ 14, 15, 16 വാക്യം. നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട്. എങ്ങനെ ഈ ബാല്യം മുതൽ അറിഞ്ഞത്? നമ്മളതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ലോയിസും യുനേഖയും തിമോത്തിയെ വചനത്തിൽ ട്രെയിൻ ചെയ്തു. പിൻകാലങ്ങളിൽ പൗലോസ് വചനത്തിൽ ട്രെയിൻ ചെയ്തു. അടുത്ത വാക്യം. നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. ന്യൂ ഇയർ മെസ്സേജ് അതായിരുന്നു. 16, 17 വാക്യം വായിക്കുന്നതിന് മുമ്പ് ഞാൻ പറയാം, പശ്ചാത്തലം മറക്കരുത്. 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4-5 വരെയാണ് ഒരു ദൂതാണ്. അന്ത്യകാലത്ത് ദുർഘട സമയം വരുമെന്ന് നിങ്ങൾ അറിയണം. ദുർഘട സമയത്തിൽ തിമോത്തി എങ്ങനെ നിൽക്കണം? എന്താ ദുർഘട സമയം? വിശ്വാസത്യാഗം സംഭവിക്കും. ആളുകൾ സഭയിലിരിക്കുമ്പോൾ തന്നെ ക്രിസ്തുവുമായിട്ടുള്ള കണക്ഷൻ വിടും. മനുഷ്യൻ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരുമാകും. 18 കൂട്ടം കാര്യങ്ങളാണ് പൗലോസ് വിവരിക്കുന്നത്. ധാർമ്മിക അധപ്പതനം, മൂല്യച്യുതി സംഭവിക്കും. അതിൻ്റെ നടുവിൽ തിമോത്തി എന്ത് ചെയ്യണം? കുട്ടിക്കാലം തൊട്ട് പഠിച്ച ദൈവത്തിൻ്റെ വചനത്തിൽ നീ നിൽക്കണം. വചനത്തിന് മാത്രമേ ഈ കാലഘട്ടത്തിൽ നമ്മളെ ഉറപ്പിച്ച് ക്രിസ്തീയ ജീവിതത്തിൽ നിർത്താൻ കഴിയുകയുള്ളൂ. പാട്ടിന് കഴിയത്തില്ല, ചുമ്മാ ഇളകിയ കഴിയത്തില്ല. ഇറ്റ് ഈസ് ഗോഡ്സ് വേർഡ്. ഇനിയും 16, 17 വാക്യങ്ങൾ. 16-ാം വാക്യമാണ് ബൈബിളിൻ്റെ ആധികാരികത. ദി അതോറിറ്റി ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, ദ സെൽഫ് സഫിഷ്യൻസി ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, ദി ഇൻഹെറൻസി ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. പറയാം, എല്ലാ തിരുവെഴുത്തും എല്ലാ തിരുവെഴുത്തും, പഴയ നിയമം പുതിയ നിയമം, എല്ലാ തിരുവെഴുത്തും God breathed, ദൈവം ശ്വസിച്ചതാണ്. എന്നിട്ട് എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസനത്തിനും പ്രയോജനമുള്ളതാകുന്നു. തിമോത്തി, വചനത്തിൽ നീ നിൽക്കണം. ഇത് കഴിഞ്ഞാണ് 4-ാമത്തെ അധ്യായത്തിൽ വചനം പ്രസംഗിക്കുക. ദൈവസഭ ഈ ഉപദേശ പിശക് നിറഞ്ഞിരിക്കുന്ന കാലഘട്ടത്തിൽ, വിശ്വാസ ത്യാഗം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ
സഭയ്ക്കാവശ്യം ദി അൺചേഞ്ചിങ് ഇൻഹെറന്റ് വേർഡ് ഓഫ് ഗോഡ്. അതിനാണ് ദൈവം ഉപദേശിമാരെ നിയോഗിച്ചയക്കുന്നത്, അവരെ അഭിഷേകം ചെയ്യുന്നത്. എന്തിനാ ഇത്രയും പ്രസംഗം? അറിയത്തില്ലേ, പഠിക്കുക. ആരെങ്കിലും അറിവില്ലാത്തവര് എന്തെങ്കിലും പറയുന്നത് അങ്ങനല്ലേ, അങ്ങനല്ല. കേരള ദൈവസഭയോട് എനിക്ക് പറയാനുള്ളത്, വേർപെട്ട വിശുദ്ധന്മാരോട് പറയാനുള്ളത്, എല്ലാ ചർച്ചുകളോടും പറയാനുള്ളത്, ഇത് ദൈവത്തിൻ്റെ വചനമാണെന്ന് നമ്മൾ സമ്മതിക്കുമ്പോൾ ഇന്ന് ദൈവസഭ ഭയങ്കര അപകടത്തിലാണ്. എത്ര ഇടത്തുണ്ട് എക്സ്പോസിറ്ററി മെസ്സേജ്, വചനമെടുത്ത് അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എത്ര പ്രാദേശിക സഭയിലുണ്ട്. ആളുകളുടെ ഒരു ചിന്ത വൈകാരികമായി ഇളകി കൈകൊട്ടി ഒന്ന് ചാടിക്കഴിയുമ്പോൾ ദൈവപ്രസാദം ഉണ്ടായെന്ന തെറ്റിദ്ധരിക്കുകയാണ്. അതല്ല ദൈവപ്രസാദം. വചനത്താൽ ജീവിതത്തെ ക്രമീകരിച്ച് കൈയടിച്ച പ്രയോജനമുണ്ട്. വളരെ നമ്മൾ മനസ്സിലാക്കണം, ദൈവവചനത്തെ റീപ്ലേസ് ചെയ്യാൻ വേറെ ഒരു ശുശ്രൂഷയ്ക്കും കഴിയത്തില്ല. വേറെ ഒരു ശുശ്രൂഷയ്ക്കും കഴിയത്തില്ല. എത്ര മാത്രം നമ്മൾ ദൈവവചനം ശ്രദ്ധിക്കണം, വായിക്കണം, ധ്യാനിക്കണം, പഠിക്കണം, ഉൾക്കൊള്ളണം, അതനുസരിച്ച് ജീവിക്കണം. വചനം പ്രസംഗിക്കുക, വചനം എന്നുള്ളതിനാണ് ഞാൻ എംഫസിസ് കൊടുത്തത്. പ്രസംഗിക്കുക എന്ന വാക്ക് കേവലം പ്രസംഗിക്കുക മാത്രമല്ല, കൽപ്പന വചനം പ്രസംഗിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? പ്രസംഗി അയാളുടെ മാനുഷിക ജ്ഞാനമോ അയാളുടെ വിദ്യാഭ്യാസമമോ അയാൾക്കുണ്ടായ ഏതെങ്കിലും തോന്നലോ ഒന്നുമല്ല. എനിക്കിങ്ങനെ തോന്നി, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, ഇതൊന്നുമല്ല പ്രസംഗം. It is God's word. സ്വപ്നം കേൾക്കാൻ വന്നിരിക്കുന്നവരല്ല ഇവിടെ. ഒരു പുളിമരം കണ്ടു. എന്താണ് പുളിമരം? ഒരിക്കലൊരു സഭയിൽ 2 പ്രാവശ്യം ഇത് പറഞ്ഞപ്പം അവിടുത്തെ ഉപദേശി പറഞ്ഞു, നീ തന്നെയാ പുളിമരമെന്ന്. അതല്ല പ്രസംഗ വിഷയം. വചനം പ്രസംഗിക്കുക. മറ്റേത് കേൾക്കാൻ സുഖമാണ്. ഞാനിപ്പോൾ ഇങ്ങനെ വന്ന വഴിക്ക് ഞാൻ ഇങ്ങനെ കണ്ടു, ഞാൻ ഇങ്ങനെ കുറച്ച് പറവകൾ ഇങ്ങനെ പറക്കുന്നത് പോലെ കണ്ടു എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ന് പറഞ്ഞാൽ എന്തുവാ? ഞാൻ അനേകയിടത്തെ പ്രസംഗങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. മനുഷ്യൻ ദൈവവചനം വിട്ടുപോയി. സാധുക്കളായ മനുഷ്യർ വന്ന് മുന്നിലിരുന്ന് നമുക്ക്, ഞാൻ ചിലപ്പോൾ അങ്ങ് ദുഃഖിക്കാറുണ്ട് പ്രിയരെ, യോ ഇങ്ങനെ പറ്റിപ്പോയല്ലോ. Preach the word. പക്ഷേ ഇന്ന് ബഹുഭൂരിപക്ഷം പ്രസംഗികൾ എന്ന് പറയുന്നവർ അങ്ങനെയല്ല. സാധാരണയായിട്ട് ഇപ്പോൾ നടക്കുന്നത്, പ്രസംഗിക്കാൻ ബഹുമാനപ്പെട്ട പാസ്റ്റർ മുന്നോട്ട് വരും. വന്നു, എന്നിട്ട് ഒരു വാക്യം വായിക്കും. വാക്യം വായിച്ചു കഴിഞ്ഞ് പിന്നെ പുള്ളിക്കൊരു ലീഡിങ്ങാണ്. പുള്ളി കുവൈറ്റിൽ പോയതും ദുബായി പോയതും പിന്നെ എവിടെ മഞ്ഞ് പെയ്യുന്ന രാജ്യത്ത് പോയി, പിന്നെ അതുവഴി വന്നു, പിന്നെ ഭാര്യ അങ്ങോട്ട് ജോയിൻ ചെയ്ത്, ഇതെല്ലാം 45 മിനിറ്റാണ്. ഞാൻ ഇതിൽ അനുഭവിച്ചിട്ടുണ്ട്. ഇന്നെന്നതുപോലെ ഞാൻ ഓർക്കുന്നു. ഞാനൊരു സഭയെ ശുശ്രൂഷിക്കുക. അപ്പം വീട്ടുസഭയാണ്. സഭക്കാർക്കങ്ങ് എന്തുവാ കത്തലാണ്. പിന്നെ ഭയങ്കര ഏതാണ്ട് വേറെ ഒരു വാക്കൂടൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ വരട്ടെ, കാരണം ഏതായാലും ഉപവാസം ഇരിക്കുക എല്ലാവരും. ഞായറാഴ്ച 45 മിനിറ്റ് ഞാൻ കൊടുത്തു. പറയുന്നത് മുഴുവൻ അബുദാബിയിൽ നിന്ന് വന്നതും പോയതും, അവിടെ ഏതൊക്കെയോ ഭൂതത്തെ പുറത്താക്കി, ഇങ്ങനെ വചനം എന്തിയെ ഒന്നുമില്ല. അദ്ദേഹം ഒരു സംഭവമാണ്. മനസ്സിലായോ? 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു സമയം കഴിഞ്ഞോ എന്ന്.
ഞാൻ പറഞ്ഞ് കഴിഞ്ഞു. പക്ഷേ എനിക്കങ്ങനെ തോന്നിയല്ലോ. അവിടെ ഇരിക്കുന്നവരെല്ലാം വാവ്, എടാ അബുദാബിയിൽ ഏതാണ്ട് നടന്ന് നേരോ കള്ളമോ എനിക്കറിയത്തില്ല, നടന്ന് നിനക്കെന്നാ, കരിയില മുക്കനുള്ള നിനക്കെന്നാ? വഞ്ചനയാണിത്. വചനം പ്രസംഗിക്കുക, അല്ലാതെ കാരിഡവയായി അതും ഇതും പറഞ്ഞ് തന്നെത്താൻ പുകഴ്ത്തി ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വന്ന് ജനത്തിൻ്റെ 45 മിനിറ്റ് 1 മണിക്കൂർ ഇരുന്നിട്ട് ചില്ലറ മേടിച്ചുകൊണ്ട് പോകുന്ന ഇടപാടല്ല പ്രസംഗപീഠം. ഈ പ്രസംഗപീഠത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവൻ നിന്ന് ദൈവത്തിന്റെ മനസ്സ് തിരുവെഴുത്തിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് വേർഡ് മിനിസ്ട്രി. ഇത് ഈ സഭ മനസ്സിലാക്കണം. അവിടെ ഇവിടെ ഏതെങ്കിലും സഭയുടെ അങ്ങായിരുന്നു ഇവിടെ വന്നിട്ട് വായും പൊളിച്ച് കുറച്ച് കഴിയുമ്പോൾ ചുമ്മാതെ വചനം മനസ്സിലാക്കും. ഒന്നാമതേ, ബൈബിൾ എൻ്റേതല്ല, നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന ബൈബിൾ ദൈവശ്വാസ്യമാകുന്ന ദൈവത്തിൻ്റെ വചനം. ആ ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ മനസ്സ്, ദൈവത്തിൻ്റെ ഹൃദയം ഗ്രഹിക്ക്. നമ്മളെ ഹൃദയം തുറക്ക്. ഇല്ല ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നത്, അത് നമ്മെ അബദ്ധത്തിൽ കൊണ്ടെത്തിക്കും. വചനവിരുദ്ധമായ വിശ്വാസമല്ല. അത് നമ്മളെ കുട്ടിക്കാലം തൊട്ടൊരു പാരമ്പര്യം നമ്മുടെ അകത്ത് കുത്തിവെച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ കരുണയല്ലേ ഇവിടെ ഓരോ ദൈവത്തിന്റെ ദാസന്മാർ ദൈവത്തിന്റെ വചനം വിശദീകരിക്കുന്നത്. അത് ഉൾക്കൊള്ള്. നാം ചിന്തിക്കുന്ന തെറ്റായ കാര്യങ്ങൾ ശരി അവിടെ ഇരിക്കട്ടെ, തെറ്റായ കാര്യങ്ങളെ വിട്ടുകള. എൻ്റെ മുമ്പേ ഇരിക്കുന്ന നിങ്ങളോടാണ് ഞാൻ പറയുന്നത്. നിങ്ങളിൽ പലർക്ക് ആ നിലയിലായിരിക്കും, എന്തിനാ ഈ വചനം ഇത്രയും? ഇത് ദൈവാലോചന ആയതുകൊണ്ടാണ് വചനം. അല്ലാതെ എബിപ്പാസൊക്കെ പ്രസംഗിക്കാനാ പുള്ളിക്ക് ഇഷ്ടം, അതുകൊണ്ട് നമുക്ക് എപ്പോഴും പ്രസംഗം. അതല്ല വിഷയം. ഈ എബിപ്പാസ്റ്ററിൽ കൃപ പകർന്നത് ഇത് പറയാനാ. അല്ലാതെ നിങ്ങളെ ഏതെങ്കിലും ഒരു ഇമോഷണൽ വൈകാരിക മേഖലയിൽ സൈക്കോളജി പറഞ്ഞ് ഇമോഷണലായിട്ട് ഇളക്കി സെൻസേഷണൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളെ ഒരു മുൾമുനയിൽ നിർത്തുക, അതിനല്ല എനിക്കുള്ള അഭിഷേകം. പ്രൈസ് ദി ലോർഡ്. വളരെ കൃത്യമായി ദൈവസഭ മനസ്സിലാക്കണം. കാരണം 3-ാം വാക്യം തൊട്ടാണ് സഭയ്ക്കെന്ത പരാജയമാണ് അന്ത്യഘട്ടത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ വചനം പ്രസംഗിക്കുക എന്നുള്ളതാണ് തിമോത്തിയോസിനോട് പറയുന്ന പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. അതാണ് വാസ്തവത്തിൽ വചനം പ്രസംഗിക്കുന്നതാണ് the central gift of the Spirit given by Christ to the church. ഒരു ദൈവദാസൻ പറഞ്ഞത് ഞാൻ അതുപോലെ വായിക്കുക. Nothing takes the place of preaching except better preaching. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പ്രസംഗത്തെ റീപ്ലേസ് ചെയ്യാൻ വേറെ ഒന്നിനും കഴിയത്തില്ല. ഇതിനേക്കാൾ ഒരു നല്ല പ്രസംഗത്തിന് മാത്രമേ കഴിയൂ. This is the main agenda. കൃപയാൽ ന്യൂ ലൈഫ് അസംബ്ലി ഓഫ് ഗോഡ് ദൈവസഭയിൽ ഇവിടെയുള്ള ദൈവദാസന്മാർക്ക് ഇത് തിരിച്ചറിയാൻ ദൈവം കൊടുത്ത ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യണം. ഇവിടെ ചില പഴയ ആളുകളൊക്കെ പറയും ഇതിൻ്റെ തുടക്കത്തിൽ ഭയങ്കര ആത്മപാർച്ച നടന്നത്. കറക്റ്റാണ്. അത് പരിശുദ്ധാത്മാവായിരുന്നു. ആത്മാവ് നടത്തിയത് വചനത്തിലേക്കാണ്. പരിശുദ്ധാത്മാവ് നടത്തിയത് അവിടുത്തെ പരിശുദ്ധ വചനത്തിലേക്കാണ്. അല്ലാതെ ഏതോ സാങ്കല്പിക ലോകത്തിൽ ആളുകളെ എല്ലാം കൂടെ വൈകാര്യ തലത്തിൽ ഇളക്കാനല്ല. The Holy Spirit brought us to the Word of God. വചനം പ്രസംഗിക്കുക. അവിടെ പ്രസംഗിക്കുക എന്ന പദപ്രയോഗം നിങ്ങൾ ശ്രദ്ധിക്കുക. കെറൂസോ എന്ന പദപ്രയോഗം, അതിൻ്റെ അർത്ഥം ടു പ്രീച്ച് ലൈക്ക് എ ഹെറാൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ദൂതുവാഹകനെ പോലെ പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ ഉറക്കെ പ്രഖ്യാപിക്കുക, പരസ്യമായി വിളംബരം ചെയ്യുക. ഞാനിവിടെ നിൽക്കുന്നത്
ഏതോ കാര്യങ്ങൾ ഷെയർ ചെയ്ത് പോകാനോ ചെറിയൊരു ടോക്ക് നടത്താനോ അല്ല. ഐ ആം ഹിയർ, സ്റ്റാൻഡിങ് ഹിയർ ടു പ്രീച്ച്. വിളംബരം ചെയ്യുക. ദൈവത്തിൻ്റെ മെസ്സേജ് ഉച്ചത്തിൽ വിളംബരം ചെയ്യുക. ആ വാക്കാണ് പ്രസംഗം എന്ന, പ്രസംഗിക്കുക എന്ന വാക്കിനകത്ത് ഉള്ളത്. അപ്പം ഇത് മനസ്സിലാക്കാൻ ഈ പുതിയ നിയമ സമയങ്ങളിൽ ഈ രാജാക്കന്മാർക്കൊക്കെ ഇങ്ങനെ ദൂതുവാഹികൾ ഉണ്ടായിരുന്നു. അവർ പട്ടണത്തിൻ്റെ ഓരോ തെരുവിലൂടെയൊക്കെ പോയി പ്രധാനപ്പെട്ട കൊട്ടാരത്തിൽ നടക്കുന്ന വിഷയത്തെ ഈ സിറ്റി സ്ക്വയറുകളിൽ വന്ന് ഉറക്കെ പ്രഖ്യാപിക്കുമായിരുന്നു. ചില രാജാവിന് ഒരു ആൺകുട്ടി ഉണ്ടായതായിരിക്കാം, അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ അവധിയായിരിക്കാം, അല്ലെങ്കിൽ നിയമപരമായ കാര്യങ്ങൾക്ക് വരുന്ന മാറ്റമായിരിക്കാം. ഇതൊക്കെ ഇന്നത്തെ പോലെയുള്ള മീഡിയ സംവിധാനം അങ്ങനെയില്ല അവർക്ക്. ഒരു രാജാവ് കൊടുക്കുന്ന നിർദ്ദേശമനുസരിച്ച് കുതിരപ്പുറത്ത് ഒരു ഹെറാൾഡ് പോകും. ഇത് ചെന്ന് ടൗൺ സ്ക്വയറിൽ ചെല്ലും. അവർ വിളിച്ചു പറയും. ആളുകളെല്ലാം കൂടെ കൂടുമ്പോൾ രാജാവ് ഇപ്രകാരം പറയുന്നു എന്ന് പറഞ്ഞ് അത്യുച്ചത്തിൽ രാജാവിൻ്റെ സന്ദേശം പറയും. ശ്രദ്ധിക്കണം, അയാളുടെ കയ്യിൽ നിന്നിട്ട് പറയാൻ അവകാശമില്ല. രാജാവ് പറഞ്ഞത് ഈ പറയുന്നവൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറഞ്ഞേ ഓക്കൂ. അതിന് കോമായിക്കോ സെമിക്കോളിനോ മാറ്റം വരുത്താൻ സാധ്യതയല്ല. കാരണം രാജാവിൻ്റെ അധികാരത്തിൽ രാജാവ് അപ്പോയിന്റ് ചെയ്ത് അയച്ചിരിക്കുകയാണ്. ആ ബലത്തിലാണ് പോകുന്നത്. ഇതാണ് ഒരു പ്രസംഗിയുടെ ഡ്യൂട്ടി. വചനത്തെ തിരിക്കാനോ കോട്ടിമാറ്റാനോ വേറെ ഒരു സന്ദേശമാക്കുവാനോ ഒന്നും അവകാശമില്ല. വാട്ട് ഡസ് ദ വേർഡ് സേ, അത് കൊണ്ടുവരിക. പോസ്റ്റ് മാൻ വചനം പ്രസംഗിക്കണം. വചനം പ്രസംഗിക്കണം. സ്തോത്രം. ഇതുപോലെയാണ് തിമോത്തി പ്രസംഗിക്കേണ്ടത്. ഇൻറ്റൻസിറ്റിയോടുകൂടി അർജൻ്റായിട്ട് അതോറിറ്റിയിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കണം. തൻ്റെ ശബ്ദമുയർത്തിക്കൊണ്ട് തിമോത്തി പ്രസംഗിക്കണം. ഒരു ഹെറാൾഡിനെ പോലെ പ്രസംഗിക്കണം. പ്രൈസ് ദി ലോർഡ്. ആണ് പ്രസംഗം. കട്ടിപ്പണിയാണ് പ്രസംഗം. പിന്നെ തുറക്ക് പോലും വേണ്ട. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ആള് ഇങ്ങോട്ട് വന്ന് ഒരിക്കൽ എൻ്റെ കണ്ണിൻ്റെ മുൻപിൽ നടന്നതാ. ഗസ്റ്റ് ഉപദേശി വന്നതാ. എങ്ങനെയാ കുറിവാക്യം എടുത്തതെന്നറിയാമോ? വായിരൊരു വാക്യം വായിര്. അവർ ചോദിച്ചു ഏത് വായിര്. അവിടെ ഇരുന്ന ഒരു ചെറുപ്പക്കാരനൊരു വാക്യം വായിച്ചു. പുള്ളി അവിടുത്തെ തൊട്ടങ്ങ് തുടങ്ങി. അത് ഇതുവഴിയെല്ലാം പോയെന്നുള്ളത് പുള്ളിക്കും അറിയത്തില്ല, ഇരുന്നൂർക്കും അറിയത്തില്ല. പക്ഷെ നല്ല ഉഷാറായിരുന്നു, നല്ലായിരുന്നു. പാവം സഹോദരിമാർ എല്ലാത്തിനും ഇളകും. ആ ചെയ്തതിനും അവൻ വായിച്ചപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞു. എന്തോ പറഞ്ഞു. യെശയ്യാ പ്രവചനത്തിൻ്റെ വാക്യം എടുത്ത് വായി വരുന്നത് പറയുന്നത് ദൂതല്ല. അതിന് പശ്ചാത്തലം എന്താണ്? ആ പ്രവചനം ആരോടാണ്? കാര്യം മനസ്സിലാക്കി പറയുന്നതാണ് ദൂത്. അല്ലാതെ ഇന്നത്തേക്ക് ഇവിടെ എന്നിട്ട് എൻ്റെ വായി വരുന്ന പറയുക അത് ദൂതല്ല. ഇങ്ങനെ നമ്മളെ കൊണ്ടുവന്നു. അത് തെറ്റാണെന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഉപദേശിമാർക്കും ഇപ്പം ലേസിയാ. ജനം അതിനെക്കാട്ടും ലേസിയാ. എപ്പോഴും നമ്മൾ ഇതല്ലേ വായിക്കുന്നത്. നമ്മൾ വൻ അപകടത്തിലാണ്. അത് ഞാൻ ഇവിടെയുള്ളവർക്ക് ഇത് ദൂത് കൈമാറുമ്പോൾ എനിക്കിന്നത്തെ പെന്തക്കോസ്തിനെ നോക്കുമ്പോൾ തീവ്ര ദുഃഖമാണ്. ഇതാണ് ഞാൻ പലപ്പോഴും രാവിലെയും വൈകിട്ടുള്ള നമ്മുടെ ഇന്റർസെഷനിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. അപകടമാണിത്. പ്രൈസ് ദി ലോർഡ്. വചനം പ്രസംഗിക്കാം. ഈ പ്രസംഗിയെക്കുറിച്ചൊന്ന് ചിന്തിക്കണേ.
പൗലോസ് തന്നെ തൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ പലയിടത്ത് ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയും അപ്പോസ്തോലനും ഉപദേഷ്ടാവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. പ്രസംഗി, ദ പ്രീച്ചർ. പ്രസംഗം ഒരു ഹെറാൾഡിനെ പോലെയാണ്. പ്രീച്ചറോ, ഞാൻ സൂചിപ്പിച്ചതുപോലെ, ദ പ്രീച്ചർ ഹാസ് നോ ഓപ്ഷൻ. ദൈവത്തിൻ്റെ വചനം അത് പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഉള്ളതുപോലെ ജനത്തിന് കൈമാറുക. കൂട്ടാനോ കുറയ്ക്കാനോ ഒക്കത്തില്ല. ദൂതുവാഹിക്ക് രാജാവിൻ്റെ ദൂത് മാറ്റാൻ പറ്റത്തില്ല. ദൂത് മാറ്റിയാലോ വിവരമറിയും. അത് ശ്രദ്ധിക്കാൻ ആളെ രാജാവ് വെച്ചിട്ടുണ്ട്. അതോടുകൂടി അവൻ്റെ ഇടപാട് കഴിയും. ഇതുപോലാണ് പ്രസംഗി. അതാണ് പ്രസംഗം. ഒരു ദൂതും ഒരു പ്രസംഗിയിൽ ഒറിജിനേറ്റ് അല്ല. എനിക്കൊരു പുതിയ പ്രസംഗം, മെസ്സേജ്, പുതിയത് ദുരുപദേശമാണ്. ബൈബിളിനകത്തുള്ളതേ ഉള്ളൂ. Nothing originates with the preacher. It is in the word. മനസ്സിലാക്കണമിത്. ആരും പറയാത്ത ഒരു കാര്യം ഞാൻ ഇന്ന് പറയാൻ പോകുക. എഴുന്നേറ്റ നേരം പോകാം. കാരണം അതാണ് ദുരുപദേശം. ആരും പറയാത്തത്. ഇതിനകത്തില്ലാത്തത് ദൂതല്ല. കുഞ്ഞുങ്ങളെല്ലാം ഇത് മനസ്സിലാക്കിക്കോണം. കല്യാണം കഴിച്ച് പോകുന്ന സ്ഥലത്ത് രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിക്കണം, ജ്ഞാനപ്പെട്ടോ എന്ന് ചോദിക്കണം, കൃപ ലഭിച്ചാന്നോ എന്ന് ചോദിക്കണം, ഏത് സഭയാണെന്നൂടെ ചോദിക്കും. അല്ല തുള്ളിച്ചാടി അങ്ങോട്ട് പോയി 4 മക്കം വായും പൊളിച്ച് അവിടെ ഇരിക്കരുത്. സ്വന്തമായി പ്രസംഗിക്കൊന്നും പറയാനില്ല. ഈ ടെലഗ്രാം കൊണ്ടുവരുന്ന ഒരു പോസ്റ്റ്മാൻ്റെ കൂട്ട് മാത്രമേ ഉള്ളൂ. വന്ന വഴിക്ക് പോസ്റ്റ്മാൻ നോക്കിയപ്പം അവൻ്റെ ഉപ്പാപ്പൻ ഹാർട്ട് അറ്റാക്കോടെ മരിച്ചിരിക്കുന്നു. അയ്യോ, ഇത് ഞാൻ കൊണ്ടു ചെന്നാൽ ഒന്നാമതേ ഓണമാ, കൈമടക്കും കിട്ടത്തില്ല. ഇന്നങ്ങ് ഉപ്പാപ്പൻ ക്ഷേമമായിട്ടിരിക്കുന്നു. നോ നോ, ഇതാ പലരും ചെയ്യുന്നത്. പക്ഷേ ഇതാണ് പലരും ചെയ്യുന്നത്. 2024 നീ ഏതാണ്ടൊരു സംഭവമാകാൻ പോവുക. പ്രിയരെ, നമ്മളല്ല സംഭവം. ദൈവം തമ്പുരാനാണ് സകലത ഉളവാക്കിയതും സകലത്തിൻ്റെ മേൽ അധികാരമുള്ളവനും സർവാധിപത്യമുള്ളവൻ അവിടുന്നാണ്. നമ്മളെയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അവിടുത്തെ മഹത്വത്തിന് വേണ്ടിയല്ല. നമ്മളല്ല ഇവിടുത്തെ വിഷയം. പ്രൈസ് ദി ലോർഡ്. കൃത്യമായി കിട്ടിയ നിർദ്ദേശമനുസരിച്ചാണ് പ്രസംഗി കാൽച്ചുവടുകൾ വെക്കുന്നത്. അതുകൊണ്ട് തിമോത്തി തനിക്കിഷ്ടമുള്ളത് പ്രസംഗിക്കാൻ വിളിക്കപ്പെട്ടവനല്ല. തൻ്റെ മുഴുപ്രസംഗങ്ങളും ദൈവവചനത്തിൻ്റെ ബൗണ്ടറിയിലാണ് നിൽക്കേണ്ടത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രസംഗിക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് എക്സ്പോസിറ്ററി മെസ്സേജുകളെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ റോമാലേഖനം എനിക്കിഷ്ടമുള്ള കുറേ വാക്യം കണ്ടുപിടിച്ചല്ല ഇവിടെ പ്രസംഗിച്ചത്. 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ ഇങ്ങനെ പോവുക. അപ്പോൾ ഒരു വാക്യം വന്നപ്പോൾ എനിക്ക് അത് വേണ്ടായിരുന്നു, കാരണം അത് നമുക്കൂടെ കുത്തുകൊള്ളുന്നത്. പക്ഷേ എക്സ്പോസിറ്ററി മെസ്സേജിൽ അത് പറഞ്ഞേ ഒക്കൂ. പ്രസംഗി പിക്ക് ആൻഡ് ചൂസ് ഒന്നും അല്ല. യു ഹാവ് ടു സേ ദാറ്റ്. ഒരു കാര്യം കൂടെ ഞാൻ പറയാം പ്രസംഗിയെക്കുറിച്ച്. കൃത്യമായി ദൈവാലോചനയിലാണ് പ്രസംഗിക്കുന്നതെങ്കിൽ, ദൈവം പറഞ്ഞിട്ടാണ് പ്രസംഗിക്കുന്നതെങ്കിൽ, ദൈവത്തിൻ്റെ സംരക്ഷണം പ്രസംഗിക്കുന്നുണ്ട്. അത് ഉറപ്പാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു നടന്ന സംഭവം നിങ്ങളോട് പറയാം. ഹെൻറി രാജാവ് 8-ാമൻ. നിങ്ങൾ കേട്ടപ്പോഴത്തേക്ക് സന്തോഷമായി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇടത്തുള്ള ആളല്ല. ഇംഗ്ലണ്ട് ഭരിച്ചുകൊണ്ടിരുന്ന രാജാവാണ്.
അദ്ദേഹം ഉള്ള സദസ്സിൽ, കൊട്ടാരത്തിൽ ഒരു യോഗം. അതിലെ പ്രസംഗി ഹ്യൂജ് ലാറ്റിമർ എന്ന് പറയുന്ന ഒരു ബിഷപ്പാണ്. ബിഷപ്പ് പ്രസംഗിച്ചു, ഭയങ്കര പ്രസംഗം. രാജാവിന് കുത്തുകൊണ്ടു. രാജാവിന് ഇഷ്ടപ്പെട്ടില്ല. ഈ വലിയ സദസ്സിൽ ഇയാൾ ഇങ്ങനെ പ്രസംഗിച്ചു. യോഗമെല്ലാം കഴിഞ്ഞ് രാജാവിൻ്റെ ആ സദസ്സിൽ ഉണ്ടായിരുന്ന ചുമതലക്കാർ, കൊട്ടാരത്തിലെ ചുമതലക്കാർ ബിഷപ്പിനോട് പറഞ്ഞു, അടുത്ത ആഴ്ചയിൽ ഒരവസരം കൂടുണ്ട്, ഇതേ പ്രസംഗം പ്രസംഗിക്കണം. പക്ഷെ പ്രസംഗത്തിനകത്ത് ഇന്നൊരൽപ്പം പാളിച്ച വന്നുപോയി, ക്ഷമാപണം കൂടെ ചോദിച്ചോണം. കേൾക്കണേ. അപ്പോൾ അടുത്ത ആഴ്ച വന്നു. അടുത്ത ആഴ്ചയിൽ അതേ ടെക്സ്റ്റ് അദ്ദേഹം വായിച്ചു. ഹ്യൂജ് ലാറ്റിമർ വായിച്ചിട്ട് അദ്ദേഹം ആ മെസ്സേജിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം അതിൻ്റെ ആമുഖത്തിൽ പറയുകയാണ്, നിനക്കറിയാമല്ലോ നീ ആരുടെ മുൻപിലാണ് നിൽക്കുന്നത്? കിങ് ഹെൻറി 8 മുൻപിലാണ് നീ നിൽക്കുന്നത്. തന്നെ പറയുകയാണ് ഉറക്കെ. എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറയുകയാണ്, പക്ഷേ ഹ്യൂജ് ലാറ്റിമറെ, നീ ഒരു കാര്യം ഓർത്തോണം, നിന്നെ അയച്ചത് സർവശക്തനായ ദൈവമാണ്. എന്നിട്ട് ടെക്സ്റ്റ് വായിച്ച് കഴിഞ്ഞ ആഴ്ചയിലെക്കാട്ടിൽ തീഷ്ണതയോടെ ഉറക്കെ പ്രസംഗിച്ചു. അന്തം വിട്ടുപോയി എല്ലാവരും. യോഗം കഴിഞ്ഞ് രാജാവിങ്ങ് വിളിച്ചു, നിനക്ക് ധൈര്യം എവിടുന്നാണ്? ചരിത്രം എഴുതി വച്ചിരിക്കുന്നത്, ഈ പ്രസംഗി രാജാവിൻ്റെ മുൻപിൽ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, രാജാവേ, അയച്ചത് ദൈവമാ, എനിക്കിത് മാറ്റിക്കൂടാ. ചരിത്രം പറയുന്നത് രാജാവ് അവനെ കെട്ടിപ്പിടിച്ചെന്ന വിശ്വസ്തനായ ഒരു ദൈവത്തിൻ്റെ ദാസനാണ്. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ അധികാരികൾ പറയുമ്പോഴോ പണം കാണുമ്പോഴോ ഇളകുന്നതല്ല പ്രസംഗി. യു പ്രീച്ച് ദ വേർഡ്. ദൈവസഭ അത് മനസ്സിലാക്കണം. ഈ പുൾപിറ്റിൽ നിന്ന് വേറെ ഒന്നും പ്രതീക്ഷിക്കണ്ട. നിങ്ങൾ വേറെ എന്തെങ്കിലുമാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ യു വിൽ ബി ഡിസപ്പോയിന്റഡ്. അതാണ് പലർക്കും സംഭവിക്കുന്നത്. ഇവിടെ ചിലരുണ്ട്, എനിക്ക് അവരെ വ്യക്തിപരമായിട്ട് അറിയാം. അവരാദ്യം വന്നപ്പോൾ ഓർത്ത്, ഇതെന്തുവാണിത്? പക്ഷെ ദൈവാത്മാവ് അവർക്ക് കൺവിക്ഷൻ കൊണ്ടുവന്നു, ദിസ് ഇസ് ഇറ്റ്, ഇവിടെ സ്റ്റേ ചെയ്യണം. And so they stayed and they are blessed. അങ്ങനെയാണ് നമ്മൾ കാര്യം കാണേണ്ടത്. വചനവിരുദ്ധമായ ഒരു കാര്യം ഈ പുൾപിറ്റിൽ നിന്ന് പറയാണെന്നിരിക്കട്ടെ, നിങ്ങൾ കൈക്കൊള്ളണ്ട. വചനമാണ് വ്യാഖ്യാനിക്കപ്പെടണമെങ്കിൽ അതാണ് ദൈവം ഈ ചർച്ചിൽ ആഗ്രഹിക്കുന്നത്. ഈ ചർച്ച് മാത്രമല്ല, എല്ലാ ക്രിസ്തീയ സഭയിലും. പൗലോസ് പറയാണ്, വചനം പ്രസംഗിക്കുക. ആ 2 വാക്യത്തിൻ്റെ 2 ഭാഗം, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് 2ാമത്തെ കമാൻഡ്മെന്റ്. പ്രസംഗിയോട് പറയുകയാണ്, ഒരു പട്ടാളക്കാരനെ പോലെ ഏത് സമയത്തും യുദ്ധത്തിന്റെ കാഹളനാദം കേൾക്കുമ്പോൾ ഒരു നിലയിലും ഒരു എക്സ്ക്യൂസും പറയാതെ ചാടി വീഴുകയാണ് പ്രസംഗി. ഹി ഈസ് റെഡി. അതാണ് പ്രസംഗി. ബ്രദറെ, നാളെ ഒന്ന് പ്രസംഗിക്കാം. അയ്യോ, നാളെ എങ്ങനാ? സമയത്തിലും അസമയത്തിലും കണ്ടിന്യൂസ് ആയിട്ട് അലർട്ട്. ഇതിനൊറ്റ വാക്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷ പറയാം, 24/7. സഭയ്ക്കകത്ത്, സഭയ്ക്ക് പുറത്ത്, കോട്ടേജ് മീറ്റിംഗ്, ബർത്ത്ഡേ പാർട്ടി, wherever, ready to preach. Ready to preach. ആളുകൾ കൈ കൊട്ടുമ്പോൾ മാത്രമല്ല, ആളുകൾ അടിക്കാൻ വരുമ്പോഴും യു ആർ റെഡി. ആളുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ മാത്രമല്ല, പെർസിക്യൂട്ട് ചെയ്യുമ്പോൾ, ആളുകൾ വണ്ടിക്കൂലി തരുമ്പോഴും വണ്ടിക്കൂലി ഇല്ലെന്ന് പറയുമ്പോഴും യു പ്രീച്ച്. അതാണ് പ്രീച്ചർ.
അതിനാണ് അഭിഷേകം. അല്ലാതെ പണക്കാരനെ കാണുമ്പം വേറൊരിത്, അച്ചായനുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഓ അതെന്നാ, അച്ചായനുണ്ടായിരുന്നേ ഞാൻ ഇച്ചിരി കൂടെ സൂക്ഷിച്ചേ പറയത്തുള്ളൂ. ഇതേതടാ ഈ അച്ചായൻ? ഇതാണ് ഇവിടെ ഒരു പ്രശ്നം. കാരണം ഇവിടെ ഈ അച്ചായനും അമ്മാമ്മയും വിഷയമല്ല. യു സെറ്റ് ഇൻ ദ ഓഡിയൻസ് ആൻഡ് ലേൺ ഗോഡ്സ് വേർഡ്. പക്ഷേ ഞങ്ങളുടെ സഭയിൽ ഞങ്ങളിങ്ങനെ വാനോളം പോഴ്ത്തുമായിരുന്നു. ഞാൻ ലേറ്റായിട്ട് വന്നാലും എൻ്റെ പേര് എടുത്തു പറയും. അച്ചായൻ ബഹുമാനീയരെ വന്നിട്ടുണ്ട്. നേരത്തെ വന്നാലും പറയും ഇന്ന് നമ്മളെക്കാളെല്ലാം മുൻപിൽ അച്ചായൻ വന്നു. ഇവിടെ ഇങ്ങനെ ഒരു അച്ചായനില്ല. അതാരെങ്കിലും പ്രതീക്ഷിക്കുന്നെങ്കിൽ യു ആർ ഇൻ ദ റോങ് പ്ലേസ്. ഇതുപോലെയാണ് കുറേ അമ്മാമ്മമാർ. ചില പാർഷന്മാർക്ക് അമ്മമ്മയുടെ വീട്ടിൽ ഒന്നും പറയും വെജിറ്റബിൾ വേണമില്ലേ, ഞാൻ റെഡിയാക്കിയേക്കാം. വേറെ പണിയില്ലേ? ഇരുന്ന് ദൂത് പ്രിപ്പയർ ചെയ്യും, വായിക്കുക, നീ പ്രാർത്ഥിക്കല്ല, അത് വെജിറ്റബിൾ മേടിച്ച് കൊടുക്കുകയല്ല. ഇങ്ങനെ വല്ല അമ്മാമ്മയുണ്ടെങ്കിൽ യു ആർ ഇൻ ദ റോങ് പ്ലേസ്. സ്തോത്രം. ഇതാണ് പ്രീച്ചർ. ഇതാണ് പ്രീച്ചർ. ഹീസ് അക്കൗണ്ടബിൾ ബിഫോർ ഗോഡ്. അപ്പോൾ തെറ്റിദ്ധരിക്കരുത്, ജനത്തെ സ്നേഹിക്കരുതെന്നല്ല പറഞ്ഞത്. ചിലരെ കിളത്തുന്നതല്ല ശുശ്രൂഷ. കിളത്തുകയോ ഇകഴ്ത്തുകയോ ഇതൊന്നുമല്ല ശുശ്രൂഷ. യു പ്രീച്ച് ദ വേർഡ്. സ്തോത്രം. അത് ജനത്തിൽ വലിയ നമ്പർ പഠിച്ച പിള്ളേരുണ്ട്. ഞാൻ പലരോട് പറഞ്ഞിട്ടുണ്ട്, വെറുതെ എന്തിനാ എനിക്ക് തരുന്നത്? നിങ്ങൾ എത്ര രൂപ വേണേ തന്നോ, മേടിക്കാം. ഒരു ഗുണവും ഇല്ല എനിക്ക് തന്നോണ്ട്. നിങ്ങൾക്ക് ഒരു പരിഗണനയില്ല. യു സിറ്റ് ബിഫോർ ദ വേർഡ് ആൻഡ് ലിസൺ ടു ദ കൗൺസിൽ ഓഫ് ഗാഡ്. സ്തോത്രം. ഇന്ന് പൈസ കൊണ്ട് വന്നവർക്ക് അയ്യോ നാശമായല്ലോ. ഒരിക്കൽ ഞാൻ ഇന്ന് ഓർക്കുന്നു, ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു പ്രിയപ്പെട്ടവൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അന്ന് ഇതുപോലെ പ്രസംഗിച്ചു. പക്ഷെ അവസാനം അവർ പണം, ഒരു ഗിഫ്റ്റ് തന്നേച്ചൊക്കെയാണ് പോയത്. എന്തോ എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ മൈൻഡിനകത്ത് ഇതില്ല, എനിക്കൊക്കത്തില്ല. എനിക്ക് മനസ്സിലാകുന്ന സത്യം ബ്ലണ്ടാണ് ഞാൻ. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെല്ലാം കൂടെ ഒന്ന് തയ്യാറായി. ഇവനെ ഇനി വെച്ച് ഉറപ്പിക്കല്ലേ. എനിക്കൊരു വിഷയവും ഇല്ല. കുമ്പനാട്ട് കവലയുണ്ട്, ഞാനവിടെ പ്രസംഗിക്കും. ഞാൻ അയിരൂ കവലെ പ്രസംഗിച്ചിട്ടാണ് ഇവിടെ വന്നേ. There is no dilution in the word of God. സ്തോത്രം. സമയത്തിലും അസമയത്തിലും, എനിക്ക് സൂട്ടബിൾ ആകുമ്പോഴും അല്ലെങ്കിലും, ഏത് സമയത്തും. പാസ്റ്ററെ അങ്ങനൊന്നുമല്ല. നമ്മുടെ സാംസ്കാരിക നിലയിൽ നമ്മളിപ്പോൾ ഇങ്ങനെ വളച്ച് പറയണം, കിട്ടത്തില്ല പ്രസംഗിയെ. കുറച്ചുകൂടെ അപ്ഡേറ്റ് ആകണം, കിട്ടത്തില്ല. ബൈബിളിന് മാറ്റമില്ല. സംസ്കാരങ്ങൾ മാറും, ഫാഷനുകൾ മാറും. ഗോഡ്സ് വേർഡ് ഈസ് അൺചേഞ്ചിങ്. ഇതിന്ന് പറയുമ്പോൾ ഇതൊക്കെ നമുക്കറിയാം. അതറിയാമെന്നത് ഇതിനകത്തുനിന്ന് ഹൃദയത്തിലേക്ക് വന്ന് ഇരിക്കണം. നോ, എനിക്ക് വചനം പറയുന്ന ഒരു ചർച്ചാണ് വേണ്ടത്. ഞാനിപ്പോൾ അടുത്തിരിക്കുന്ന ആൾ എനിക്ക് കൈ തന്നില്ല, ഞാൻ പോവാ. ആന്നോ? ക്രിസ്റ്റിക്ക് പോലും ചിരി വരുന്നു. ഇതൊക്കെയാണോ? അപ്പം എന്താണ് ആ മൈൻഡ്? വയസ്സെത്ര ഉണ്ട്? 75 ഉണ്ട്. ഹൃദയമോ 3 മാസം പ്രായം. എന്താ ഇത്? യു ലേൺ ദ വേർഡ് ഓഫ് ഗാഡ്. 2-ാം വാക്യത്തിൻ്റെ 3-ാം ഭാഗം, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. അങ്ങനെയാ പ്രസംഗിക്കേണ്ടത്. സകല ദീർഘക്ഷമയോടും. ആ ദീർഘക്ഷമ എന്ന വാക്ക് അവിടെ അർത്ഥമാക്കുന്നത്
ശക്തമായ പ്രഷർ വരുമ്പോൾ ആ പ്രഷറിൻ്റെ നടുവിൽ ബെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രസംഗത്തിന് ഒരു അയവും വരുത്താതെ സ്റ്റെഡ് ഫാസ്റ്റ് ആയിരിക്കുക. റിമെയിൻ സ്റ്റെഡ് ഫാസ്റ്റ്. എതിരാളികൾ എഴുന്നേൽക്കും, എതിരാളികൾ റിജക്റ്റ് ചെയ്യും. അപ്പോഴും ആ പ്രഷറിൻ്റെ നടുവിൽ സ്റ്റാൻഡ് ഫേം ഫോർ ദ വേർഡ് ഓഫ് ഗോഡ്. ആ അർത്ഥത്തിൽ അവിടെ സകല ദീർഘക്ഷമ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ പ്രസംഗത്തെ എതിരാളികൾ എതിർത്താൽ കുറച്ചുകൂടെ ഉപദേശം കൂടെ. ഒരു ഭക്തൻ പറഞ്ഞത്, പ്രീച്ചിങ് ഈസ് തിയോളജി ഓൺ ഫയർ. അതാണ് പ്രീച്ചിങ്. നമുക്ക് തിയോളജി അല്ല വേണ്ടത്, തീയാ വേണ്ടത്. സഹോദരങ്ങളെ, തിയോളജിയിലാണ് തീ കത്തുന്നത്. ഉപദേശത്തോടും കൂടി ഒന്ന് ശാസിക്കുക. ഇതെല്ലാം കൽപ്പനകളാണ് കേട്ടോ. ശാസിക്കുക എന്ന വാക്ക്, റിപ്രൂവ് എന്ന വാക്ക്, പ്രസംഗത്തിൽ ആളുകളുടെ പാപത്തെ തുറന്നു കാട്ടുക, ആ പാപത്തെ വെളിച്ചത്തിൽ കൊണ്ടുവരിക. ആളുകൾക്ക് ബോധ്യമാകണം അവർ പാപികളാണ്. ഇന്ന് രാവിലെ തിരുവല്ലയിൽ ഒരു കുട്ടി എന്നെ മുന്നിൽ വന്ന് പറഞ്ഞു, എനിക്ക് എത്ര വയസ്സാണെന്നറിയത്തില്ല അമ്മോടെ, പാസ്റ്റർ എനിക്ക് സ്നാനപ്പെടണം. മാതാപിതാക്കളാണ് കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞു, നീ രക്ഷിക്കപ്പെട്ടോ? അതെ പാസ്റ്റർ, ഞാൻ രക്ഷിക്കപ്പെടും. ഞാൻ പറഞ്ഞു, അതിനു മുമ്പ് നീ മാനസാന്തരപ്പെട്ടോ? നീ ഒരു പാപിയാണെന്നുള്ള ബോധ്യം നിനക്കുണ്ടോ? ആ കുട്ടി നിറ കണ്ണുകൾ, ഞാൻ വാച്ച് ചെയ്തു. യെസ് പാസ്റ്റർ, ഞാൻ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് എനിക്ക് സ്നാനപ്പെടണം. അതാണ് ശാസിക്കുക, റിപ്രൂവ്. ഹൃദയത്തിനകത്തെ പാപം, നാവിലുള്ള പാപം, മനോഭാവത്തിലുള്ള പാപം, ചിന്തയിലുള്ള പാപം, ഇതിനെ എക്സ്പോസ് ചെയ്യുക. ഒന്നുകിൽ സദസ്സിലുള്ളവർ, കേൾവിക്കാര് അവരുടെ പാപത്തെ വെറുക്കും, അല്ലെങ്കിൽ പ്രസംഗിയെ വെറുക്കും. എപ്പ വന്നാലും ഇതേ ഉള്ളൂ. പിന്നെന്തിനാ വന്നേ? ഞങ്ങൾ ഒരു 6 ദിവസം കഷ്ടപ്പെട്ട് ഇവിടെ വന്നത് എന്തിനാ? എൻ്റർടൈൻഡ് ആകാൻ. നടന്നു. വരണമായിരുന്നു VBSന്. എന്താ വരുന്നു ഇവിടെ? അത് ഞായറാഴ്ച സഭായോഗത്തിന് ഭൂൽ ജാവോ ഭായി ബഹനോ. സഭായോഗത്തിന് യു പ്രീച്ച് ദ വേർഡ് ഓഫ് ഗാഡ്. ശാസിക്കുക. 2, തർജ്ജനം ചെയ്യുക. റബ്യൂക്ക് എന്ന് പറഞ്ഞാൽ പാപിയായ മനുഷ്യനെ, പാപത്തിൽ നടക്കുന്ന ആളിനെ കൺഫ്രണ്ട് ചെയ്യുക. ആ പാപിയെ തിരുത്തുക. അവനോട് കൃത്യമായി മുന്നറിയിപ്പ് കൊടുക്കുക. സുഹൃത്തേ, ഈ പാപത്തിൽ നീ നടന്നാൽ ഇതിന് വലിയ പ്രത്യാഘാതങ്ങളുണ്ട്, വിപത്തുണ്ട്. ദൈവത്തിൻ്റെ ഇടപെടൽ നിന്റെ ജീവിതത്തിലും കുടുംബത്തിലും ഉണ്ടാകും. ഇത് പ്രസംഗി പറയണം. അല്ല, ഞാനങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അച്ഛന് സൗകര്യം പോലെ ചെയ്താട്ടെ. നോ നോ. ശാസിക്കുക. അടുത്തെന്താ? ഉറക്കെ പറ. തർജ്ജനം ചെയ്യുക. പിന്നെ പ്രബോധിപ്പിക്കുക. മാനസാന്തരപ്പെടാനുള്ള വിളിയ. എക്സോർട്ട് എന്ന വാക്കിൽ ആ അർത്ഥമാണ് ഉൾക്കൊള്ളേണ്ടത്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപത്തിൽ നിന്ന് വേർപെടുവാനുള്ള കർക്കശമായ ഉപദേശം കൊടുക്കുക. ദൈവം നിങ്ങളുടെ മേൽ കാണിക്കുന്ന കൃപയോട് നിങ്ങൾ പ്രതികരിക്കുക. പാപവഴി വിട്. അതാണ് പ്രബോധനം. ഇതെല്ലാമാണ് തിമോത്തി നീ പ്രസംഗിക്കേണ്ടത്. വചനം പ്രസംഗിക്കുക. പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന് മുന്നോട്ട് പോകാം. 3-4 വാക്യം വളരെ കൃത്യമായി 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ ഉള്ളത് നമ്മുടെ മനസ്സിലിരിക്കണം. അന്ത്യകാലത്ത് ദുർഘട സമയം വരും. ഈ ദുർഘട സമയത്തിൽ
ഉണ്ടാകുന്ന മൂല്യച്യുതികളോടൊപ്പം തന്നെ നോക്കിയ 3-4 വാക്യം, അവർ പഥ്യോപദേശം പൊറുക്കാതെ കർണരസകരമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥകൾ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. എഴുതി വെച്ചിരിക്കുക പ്രവചനം. ദിസ് വിൽ നോട്ട് ചേഞ്ച്. ആ കാലഘട്ടത്തിൽ ഇതുണ്ടായിരുന്നു. സഭാ ചരിത്രത്തിലെ പല കാലഘട്ടത്തിലും ഇതുണ്ട്. ഈ കാലഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ഇത് നിവൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ദൈവവചനം ആർക്കും വേണ്ട, ദൈവവചനം വേണ്ട. ആ വാക്കുകൾ നിങ്ങൾ പരിശോധിക്കുക. ഇംഗ്ലീഷിൽ ദ ടൈം ഈസ് കമ്മിങ് വെൻ പീപ്പിൾ വോണ്ട് ലിസൺ ടു ഗുഡ് ടീച്ചിങ്. അതാ ഒരു തർജ്ജിമ, ഗുഡ് ടീച്ചിങ് കേൾക്കാൻ ഇഷ്ടമല്ല. വേറൊരു തർജ്ജിമ, വെൻ പീപ്പിൾ വോണ്ട് ലിസൺ ടു ദ ട്രൂത്ത്. സത്യം കേൾക്കാൻ ഇഷ്ടമല്ല. ഗുഡ് ടീച്ചിങ്ങിലുള്ളതാണ് ഈ സത്യം, ഇഷ്ടമല്ല. Instead, they will look for teachers who will please them by telling them only what they are itching to hear. അവരുടെ ജഡമനുഷ്യനകത്ത് സുഖം വരുന്ന ദൂത് കേൾക്കാൻ കാതുകൾ കോർത്തിരിക്കുക. അങ്ങനെയുള്ള ഉപദേഷ്ടാക്കന്മാരെ അവർ പെരുപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. അവർ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്ന അവരാരാണ്? ഇവിടെ ഈ പശ്ചാത്തലത്തിൽ ദൈവസഭയ്ക്കകത്തുള്ളവരെ കുറിച്ചാണ്, അല്ല പുറത്തുള്ളവരെ കുറിച്ചല്ല. അവർ പഥ്യ ഉപദേശം പൊറുക്കാതെ they won't listen to good teaching. പഥ്യ ഉപദേശം എന്നുള്ള വാക്ക് ഈ 1 തിമോത്തി 2 തിമോത്തി ടൈറ്റസ് 2 നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൗണ്ട് ഡോക്ട്രിൻ എന്ന് പറഞ്ഞാൽ അകത്തെ മനുഷ്യന് ആരോഗ്യം വരുന്ന ഉപദേശം, ഹൈജീനിക് ഡോക്ട്രിൻ. അതിഷ്ടമല്ല. എപ്പോഴും അങ്ങ് കുത്തി പറയുക. കുത്തല് തോന്നുന്നുണ്ടെങ്കിൽ നീ ജയിച്ചു. മാനസാന്തരപ്പെടുക. അല്ല, എന്നെക്കുറിച്ച് എവിടെ ഒന്നും ആരാണ്ട് പറഞ്ഞതാ ആണോ? ആണെങ്കിലും മാനസാന്തരപ്പെടുക. ഒരു ഉപദേശി ഒരിടത്തുനിന്ന് കേട്ട് പറഞ്ഞ പാപമല്ല പ്രിയരെ, ആണോ? അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത് ലേഖനക്കാർക്ക് എഴുതുമ്പോൾ പറയാ, ക്ലോവയുടെ ആളുകൾ പറഞ്ഞു നിങ്ങളുടെ ഇടയിൽ ചില പ്രചനം ഉണ്ടെന്ന്. ലേഖനം എഴുതുക, അത് അറിഞ്ഞിട്ടല്ലേ? ആണെന്നല്ലേ എഴുതി വെച്ചിരിക്കുന്ന. ക്ലോവയുടെ ആളുകൾ പറഞ്ഞെന്ന്. അല്ല, ഞങ്ങൾ ഓർത്ത് ഇങ്ങനെ മുട്ട ഇരുന്നപ്പോൾ കിട്ടിയതാന്ന്. അതെ, മുട്ട ഇരുന്നപ്പം ക്ലോയ ഒന്ന് വെളിപ്പെടുത്തി. എന്താ? ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞേ. കർത്താവ് പല നിലയിലാണ് വെളിപ്പെടുത്തുന്നത്. നിങ്ങളൊരാള് മാതൃകയില്ലാതെ നടക്കുന്നത്, വേറൊരാൾ വന്ന് ഒരു പാസ്റ്ററെ ഞാൻ നേരിട്ട് കണ്ടതാ ഇങ്ങനെയാണ്, അല്ല ഊഹാപോഹമല്ല കേട്ടോ, എനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം ഒരു പുക ഞാൻ കണ്ടു, അതുവഴി പോകുന്നതും കണ്ടു. പോകുന്നു, കണക്റ്റായി, പുക വലിച്ചു. ഇല്ല, ഇപ്പം സമ്മറാണ്, കയ്യില കൂട്ടിയിട്ട് തീ കത്തിക്കുന്നുണ്ട്. അതല്ല, കാര്യകാരണ സഹിതമുണ്ട്. ഒരു ലോക്കൽ ഉപദേശിയോട് പറഞ്ഞാൽ, പക്ഷേ പലരും ഇൻഫ്ലുവൻസ്ഡ് ആണെന്ന് പറഞ്ഞാൽ കാര്യം പറയും ഞാൻ, അതിന് നിങ്ങളുടെ ആരുടെ അനുവാദമൊന്നും വേണ്ട. സ്തോത്രം. അല്ല, എല്ലാവരുടെയും മുന്നിൽ പിന്നല്ല, എല്ലാവരുടെയും മുന്നിൽ നിനക്ക് വേറെ വല്ലതും ചെയ്യാമെങ്കിൽ പിന്നെ ഉപദേശിച്ച് പറഞ്ഞാണോ പ്രശ്നം? ഇവിടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നടക്കത്തില്ല. പലയിടത്തും ഉപദേശിമാരെ കയറി കെട്ടുന്നത് ഇത് കൊടുത്താ. മനസ്സിലായോ? ഒരു പണച്ചാക്ക് വന്ന് ഇത് കൊടുത്ത് വാ അടയ്ക്കും. അയക്ക് പിള്ളേരുടെ ഫീസ് കൊടുക്കാനുണ്ട്, പല 100,000 കാര്യമാണ്. അവർക്ക് അവനെ എന്തെങ്കിലും എവിടെയും പോട്ട്. ഇവിടെ പറ്റത്തില്ല. അപ്പോൾ പാസ്റ്റർ ഒന്നും മേടിക്കത്തില്ലേ? മുഴുവൻ മേടിക്കും, പക്ഷെ പറയും
ഷേടാ. സ്തോത്രം, സ്തോത്രം. നഹി ആരാഹേ. പത്യോപദേശം പൊറുക്കാതെ, സൗണ്ട് ഡോക്ട്രിൻ, ഉള്ളിൽ ആരോഗ്യം വരുന്നതില്ല. പിന്നെ ഇവർക്ക് എന്താ വേണ്ടത്? കർണരസകരമാകുമാറ് എന്ന് പറഞ്ഞാൽ എന്താ? പല നിലയിലായി. ഇച്ചിങ് ഇയേഴ്സ് എന്നൊക്കെ പറയും. സിമ്പിൾ ഇതിൻ്റെ അർത്ഥം അവർക്ക് എൻ്റർടൈൻമെൻറ്റ് വേണം. അവരുടെ അഹംഭാവത്തെ തലോടണം എന്ന് പറഞ്ഞാൽ ഈഗോ ഉണ്ടല്ലോ, നമ്മുടെ ഈഗോ. ഒരു ഭക്തൻ പറഞ്ഞ ഈഗോയെ ഒന്ന് മസാജ് ചെയ്ത് വിടണം. അതിന് അച്ചായൻ വന്നടാ ഉണ്ടോ? പമ്മി ഇരുന്നവനങ്ങ് ഇവിടെ നടക്കത്തില്ല. ഐ ആം കോൾഡ് ടു പ്രീച്ച് ദ വേർഡ്. കർണരസകരമാകുന്ന ദൈവവചനത്തിൽ അടിസ്ഥാനമില്ലാത്ത, ആളുകൾക്ക് ജഡീക സുഖം വരുത്തുന്ന, വൈകാരിക ഇളക്കം തട്ടുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാനാണ് ആളുകൾക്ക് താല്പര്യം. ഇതിൻ്റെ മുതലെടുപ്പ് നടത്തി കൂലിക്കാരന്മാര് വീടുകളും സഭകളും സന്ദർശിച്ച് അവർ കാര്യം പറയും. ഭയങ്കര ഇഷ്ടമായി എന്ന്. ഇവിടെ ചിലർ വന്നിങ്ങനെ മുന്നിലൊക്കെ ഇരുന്നു. ഞാൻ കൊടുക്കത്തില്ല സമയം, വെറുതെ വരിക. അല്ല, ഇന്നലെ കർത്താവ് വെളിപ്പെടുത്തിയായിരുന്നു ഈ പുൾപ്പിറ്റ് ഞാൻ നിൽക്കുന്നതായിട്ട്. പക്ഷേ എനിക്ക് വെളിപ്പെടുത്തിയില്ല. ഇങ്ങോട്ട് വരണ്ട. ക്ഷണിച്ച് വരുന്ന ആൾക്ക് കിട്ടും. സ്തോത്രം. ഞാനിപ്പോൾ ഈ തിമോത്തിയോസിൻ്റെ ലേഖനം തന്നെ എടുക്കുന്നത് സഭാ ഇടയന് ചർച്ചിലുള്ള ആളുകളുടെ ഉള്ളറിയാം. അതിപ്രധാനമായ റോമാലേഖനം എന്ന വിഷയം മാറ്റിവെച്ച് ഇതിലേക്ക് ഒന്നുകൂടെ നിങ്ങളെ ഉറപ്പിക്കാനാണ് ഇന്ന് പകൽ ഞാൻ തയ്യാറാകുന്നത്. വചനത്തിൻ്റെ പ്രാധാന്യത. ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്, അപ്പോസ്തോലിക ഉപദേശമാണ്. യു പ്രീച്ച് ദ വേർഡ്. എൻ്റെ മകൻ ഇവിടെ വന്ന് പ്രസംഗിക്കാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എൻ്റെ മകനായതുകൊണ്ട് ഞാൻ ഈ പുൾപ്പിറ്റ് കൊടുക്കത്തില്ല. ദൈവം അദ്ദേഹത്തെ ഉപയോഗിക്കുന്നത് കൊണ്ട്, ദൈവസഭയ്ക്കത് പ്രയോജനമാകുന്നത് കൊണ്ട്, ആത്മാവിൻ്റെ അഭിഷേകം അദ്ദേഹത്തിൻ്റെ മേൽ ഉള്ളത് കൊണ്ടാണ് ഐ ഗിവ് ഹിം ദ പുൾപിറ്റ്. അല്ലെ കൊടുക്കില്ല. സ്തോത്രം. സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും എന്ന് പറഞ്ഞാൽ ഈ കർമ്മരസം മാറുമാറ് സ്വന്തം മോഹങ്ങൾ. ആ സ്വന്തം മോഹങ്ങൾ എന്താ? സ്വന്തം മോഹങ്ങൾ ഡോമിനേറ്റഡ് ബൈ ദർ ഓൺ പേഴ്സണൽ ക്രേവിങ്. നിഷിദ്ധമായ കാര്യങ്ങൾക്ക് മേലുള്ള സ്വന്തം മോഹങ്ങൾക്ക് അനുയോജ്യമായ പഠിപ്പിക്കലുകൾ. ആ ചാനൽ നമുക്ക് വിസിറ്റ് ചെയ്യാം. അവിടെ എപ്പോഴും എനിക്കിഷ്ടമുള്ളതാണ്. ഉള്ളിൽ വേറെ മോഹങ്ങളാണ്. നിത്യതയല്ല വിഷയം, വിശുദ്ധി അല്ല വിഷയം, ക്രമപ്പെടുക എന്നുള്ളതല്ല വിഷയം. പഥ്യവചനം അവർ വിട്ടുകളഞ്ഞേച്ച് അവർക്കിഷ്ടം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. നല്ലൊരു ഉദാഹരണം ഞാൻ പറയാം. മോശ പർവ്വതത്തിൽ കയറി കുറച്ച് നാളായി. ആളുകളെന്ത് പറഞ്ഞു? എന്തി അടുത്ത നേതാവാരാ? അഹരോൻ. അടുത്ത നേതാവ് എന്ത് ചെയ്തു? കാളക്കുട്ടിയെ വേണ്ടവന് കാളക്കുട്ടി ഉണ്ടാക്കി കൊടുത്തു. ജാഡ്ര ആരാധിച്ച് വിടുതലേറ്റത്. അതാ ഇവിടെ പലയിടത്തും നടക്കുന്നത്. ജനത്തിന് വേണ്ടിയത് കാളക്കുട്ടിയാണോ? എന്നിട്ട് പറയുന്നൊരു വാക്കുണ്ട്, സ്വർണ്ണമെല്ലാം കുണുക്കെല്ലാം കൂടി സ്വർണ്ണമെല്ലാം കൂടി ഞാൻ അങ്ങോട്ട് ഇട്ട് കണ്ട് ഇങ്ങോട്ട് ചാടി ഒരു കാള വന്നു. വീക്ക് ലീഡർഷിപ്പ്. ഭയന്നു പോയി, ആളുകളുടെ സ്ട്രെസ്സിനകത്ത് വീണു. മോശ ഇങ്ങോട്ട് വന്ന് ഈ കാളക്കുട്ടിയെ ഇടിച്ച് ടാങ്കിൻ്റെ പൊടി പോലാക്കി കലക്കി കുഴരാന്ന് പറഞ്ഞെല്ലാം കൂടെ. സ്തോത്രം. ഇത് പുറപ്പാട് പുസ്തകം 32 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ യിരെമ്യ പ്രവചനം 5:30-31 വാക്യം. ഇത് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ആവർത്തിച്ച് കാണുന്ന കാര്യമാണ്. നോക്കിയത്
വിസ്മയവും ഭയങ്കരവുമായുള്ളത് ദേശത്ത് സംഭവിക്കുന്നു. പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു. പുരോഹിതന്മാരും അവരോട് ഒരു കൈയായി നിന്ന് അധികാരം നടത്തുന്നു. കേൾക്കണേ, എൻ്റെ ജനത്തിനും അത് ഇഷ്ടമാകുന്നു. ഇന്നൊരു വിടുതലായിരുന്നു. അതെന്താ? വചനമില്ലായിരുന്നു. പിന്നെന്തായിരുന്നു? ജനത്തിന് ഇഷ്ടമുള്ളത് കൊടുത്തു. പക്ഷെ ഒരു ചോദ്യം അവിടെ ഉണ്ട്. എന്നാൽ ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും? കുറെ കാലം കൊണ്ട് കഴിഞ്ഞ് എസെക്കിയേൽ പ്രവചനം 33, 31, 32 വാക്യം. സംഘം കൂടി വരുന്നത് പോലെ അവർ നിന്റെ അടുക്കൽ വന്ന് എൻ്റെ ജനമായിട്ട് നിന്റെ മുൻപിൽ ഇരുന്ന് നിന്റെ വചനങ്ങളെ കേൾക്കുന്നു. എന്നാൽ അവർ അവയെ ചെയ്യുന്നില്ല. വായി കൊണ്ടവർ വളരെ സ്നേഹം കാണിക്കുന്നു, കൈവക്കല്ലേ. ഹൃദയമോ ദുരാഗ്രഹത്തെ പിന്തുടരുന്നു. പക്ഷെ കാണിക്കുന്നത് എന്താ? 32 വാക്യം. നീ അവർക്ക് മധുരസ്വരം, വാദ്യ നൈപുണ്യമുള്ള ഒരുത്തൻ്റെ പ്രേമഗീതം പോലെ ഇരിക്കുന്നു. എന്താ ഇതിൻ്റെ അർത്ഥം? സൂപ്പർ മെസ്സേജ് ആയിരുന്നു വാസവേ, കണക്കിന് കൊടുത്തു. ഒറേറ്ററി സ്കിൽ ഓഫ് ദ പ്രീച്ചർ ആണ് ഇവിടെ. ഒരു മധുര ഗീതം പോലെ എന്നാ മെസ്സേജ് ആയിരുന്നടി ഇന്ന്. അവർ നിന്റെ വചനങ്ങളെ കേൾക്കുന്നു, ചെയ്യുന്നില്ല താനും. എസെക്കിയേൽ പ്രവാചകന്റെ പ്രസംഗ രീതി ഇഷ്ടപ്പെട്ടു, സന്തോഷം പ്രകടിപ്പിച്ചു, ജീവിതത്തിൽ ഒന്നും ഒപ്പിയെടുത്തില്ല. വാട്ട് എ ട്രാജഡി. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, ദൈവത്തിൻ്റെ ആഗ്രഹത്തിന് നേരെ റിവേഴ്സാണ് ഇപ്പൊ സഭയിൽ നടക്കുന്നത്. വചനം നീ പ്രസംഗിക്കണം, സദസ്സിനെന്താ വേണ്ടത്? കർണരസകരമായ കാര്യമാണ് വേണ്ടത്. ദൈവാലോചനയിൽ നിന്ന് ദൈവസഭകൾ മാറി. ദാറ്റ്സ് ദ പോയിന്റ്. അന്ത്യ കാലഘട്ടത്തിൻ്റെ ഒരു പ്രശ്നമാണിത്. ദുർഘട സമയത്തിൽ വിശ്വാസത്യാഗം സംഭവിക്കാൻ കാര്യമെന്താ? തിമോത്തി, നീ നിൽക്കേണ്ടത് വചനത്തിലാ. സഭകളോട് വിധ പറയാനുള്ള വചനത്തിൽ നിൽക്കണം. പക്ഷെ സഭകൾക്ക് എന്തു പറ്റി? എങ്ങനെയാണ് വിശ്വാസത്യാഗത്തിലേക്ക് ആളുകളെ കൊണ്ടുവന്നത്? അവർക്ക് കേൾക്കാൻ ഇമ്പകരമായ കാര്യം അങ്ങോട്ട് ഇട്ടുകൊടുത്തു. ഈ ഉപദേശിമാര് മുഴുവൻ കൊണ്ട് കൊടുക്കാൻ പോകുന്ന കണക്ക് നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ ഈ പറയുന്നത്? അന്ത്യകാലഘട്ടത്തിൽ എന്തുകൊണ്ട് വിശ്വാസത്യാഗം സംഭവിച്ചു? കുത്തൊഴുക്കിനൊത്ത് നീങ്ങാനാണ് പ്രസംഗികളും തയ്യാറായത്. തിമോത്തി, നീ അങ്ങനെ അരുത്. യു പ്രീച്ച് ദ വേർഡ്. വളരെ ട്രാജിക്കാണിത്. ദൈവത്തിൻ്റെ ഹിതത്തിന് ഘടകവിരുദ്ധമായിട്ട് അവര് ദുരുപദേശകരെ പെരുപ്പിക്കുകയാണ്. കർണരസകരമായ കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ പാപം ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവചനങ്ങളും ദൂതുകളും പറഞ്ഞ് എല്ലാം ഓക്കെ. ഉണർവ് വരും ബ്രദറെ. ഓ, അതെവിടെ വരും? എനിക്ക് ഉണർവിനോട് ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഉണർവിനെ ആരെങ്കിലും ഇത് ഡിഫൈൻ ചെയ്ത് തരുന്നെങ്കിൽ നല്ലതായിരുന്നു. നമ്മൾ ഈ കാലഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ വളരെ സൂക്ഷിക്കണം. ആരും ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് നമ്മെ വഞ്ചിക്കരുത്. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം എല്ലാ മീറ്റിങ്ങുകളിലും ദൈവദാസന്മാരിലെ കേൾക്കാൻ തക്കവണ്ണം ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഞാൻ എപ്പോഴും പറയുന്ന ഒന്നുകൂടെ ആവർത്തിക്കാം. ഈ ചർച്ച് ദൈവത്താൽ സ്ഥാപിതമായതാണ്. ഇതിൻ്റെ പിൻപിൽ ഒരു മാനുഷിക കരം ഇല്ല. ഇത് ദൈവത്താൽ സ്ഥാപിതമായതുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രമേ ഇതിനകത്ത് നടക്കാവൂ. ദൈവത്തിൻ്റെ ഇഷ്ടം ഇവിടുത്തെ ആരാധനയിലെ മുഖ്യമായ വിഷയം ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുക. നാലാം വാക്യം നോക്കിയേ. സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥകൾ കേൾപ്പാൻ
തിരിയുകയും ചെയ്യുന്ന കാലം. കെട്ടുകഥ കേൾപ്പാൻ തിരിയുക, ആ വാക്കുണ്ടല്ലോ ഈ തിരിയുക എന്നുള്ളത്, ഈ ജോയിൻറ്റിൽ നിന്ന് അസ്ഥി ഇളകിപ്പോകുന്ന അർത്ഥം വരുന്ന ഒരു വാക്കാണ്. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ? സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരിയുക എന്ന് പറഞ്ഞാൽ സത്യം കാതി വരുമ്പോൾ തിരിയുക. കഴുത്തിൻ്റെ ജോയിൻറ്റിൽ നിന്ന് ഇളകുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ബോധപൂർവം എനിക്ക് വേണ്ടാത്, അയ്യോ അങ്ങനെയുള്ളവരോട് കൂടരുത് നീ, എനിക്ക് സത്യം വേണ്ട, പത്യവും വേണ്ട. ഇന്റൻഷണൽ ടേണിംഗ് ഓഫ് ദ ബോഡിയാണ്. സത്യത്തിൽ നിന്നും വ്യതിചലിച്ചു പോവുക. 5-ാം വാക്യം കൂടെ വായിച്ച് നിർത്താം. നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക, കഷ്ടം സഹിക്കുക. പറയണോ? ഈ പണിയാന്നേ കഷ്ടം ഇങ്ങോട്ട് വരുമല്ലോ. കഷ്ടത്തെ തേടിയൊന്നും പോകണ്ട, സത്യത്തിന് വേണ്ടി നിന്നാൽ കഷ്ടം വരും. അത് സഹിക്കുക. സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക. നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. നീ ഇട്ടേച്ചു പോകരുത്. നിനക്ക് ദൈവം തന്ന മിനിസ്ട്രി നീ ഫുൾഫിൽ ചെയ്യണം. അതെന്തുവാ? ഈ മേൽപ്പറഞ്ഞത് മുഴുവനും. യു ഫുൾഫിൽ യുവർ മിനിസ്ട്രി. ലെവൽ ഹെഡഡ് ആയിട്ട് നീ നിൽക്കുക. ആളുകൾ എന്തെല്ലാം പറഞ്ഞാലും നീ ഡോണ്ട് ബക്കിൾ ഡൗൺ. സ്തോത്രം. ഞാൻ വാക്കുകൾ ഇവിടെ നിർത്തുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ വന്ന പശ്ചാത്തലം ഇങ്ങനെയല്ലായിരിക്കാം, പക്ഷെ ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം. 1-ാമത്തെ വാക്യം മുതൽ 5-ാമത്തെ വാക്യം വരെ പ്രിയ മകൾ ശബ്ദമുയർത്തി ഒന്ന് വായിക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, ദെൻ വി വിൽ ക്ലോസ്. ഒരു പാട്ടിൻ്റെ ഈരടികൾ പാടി ദൈവത്തിന് സ്തോത്രം ചെയ്ത് ദൈവത്തെ ആരാധിച്ചിട്ട് സന്തോഷത്തോടെ നമുക്ക് പിരിയണം. എന്താ ഇന്നത്തെ മെസ്സേജിൻ്റെ കാതൽ? ദൈവത്തിൻ്റെ ആഗ്രഹം സഭയിൽ വചനം വേണമെന്നാണ്. ദൈവത്താൽ നിയോഗിതരെ ഉള്ള നിയോഗമെന്ന് പറയുന്നത് വചനം പ്രസംഗിക്കാനാണ്, അല്ലാതെ അവരുടെ മനസ്സിൽ തോന്നുന്നൊന്നുമല്ല. ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുക. കേൾവിക്കാർ വരേണ്ടത് കർമ്മരസകം കേൾക്കാനല്ല, അവർ വരേണ്ടത് പത്യവചനം കേട്ട് ആന്തരികമായി ബലപ്പെടാനാണ്. ഇതാണ് ദൈവ ഇഷ്ടം. പക്ഷെ അന്ത്യകാലത്തോ വേണ്ട, വേണ്ട. ഒരു കൊച്ചു സമൂഹമായി നിൽക്കേണ്ടി വന്നാലും വചനത്തിന് വേണ്ടി നിൽക്കണം. എന്ത് വില കൊടുക്കേണ്ടി വന്നാലും വചനത്തിന് വേണ്ടി നിൽക്കണം. ആളുകൾ പരിഹസിച്ചെന്ന് വരാം, നിന്ദിച്ചെന്ന് വരാം, ബഡ്ജ് ചെയ്യരുത്. ഐ വിൽ സ്റ്റാൻഡ് ഫോർ ദ ട്രൂത്ത്. അതിൻ്റെ അർത്ഥം പാട്ട് വേണ്ടെന്നല്ല, സാക്ഷ്യം പറഞ്ഞ് വേണ്ടെന്നല്ല. പക്ഷെ വചനം വിട്ട് വചനത്തെ റീപ്ലേസ് ചെയ്ത് ഒന്നുമില്ല. ഓ ഇന്ന് ഭയങ്കര ആരാധന വെളിപ്പെടും, നല്ല അഭിഷേകം വരുന്നു, അതുകൊണ്ട് വചനമില്ല. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. അഭിഷേകം നയിക്കേണ്ടത് വചനത്തിലേക്കാണ്. ഹോളി സ്പിരിറ്റ് ഇത് എഴുതി വച്ചിരിക്കുന്നത് എന്തിനാ പിന്നെ? ഹോളി സ്പിരിറ്റിൻ്റെ നിയോഗമുള്ളവർ ഇത് വായിച്ച് ദൈവത്തിൻ്റെ മനസ്സ് മനസ്സിലാക്കണം. നമ്മൾ മാറണം, ആളുകളോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കണം. വചനം പ്രസംഗിക്കുക. വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുവേശുവിനെയും സാക്ഷി വെച്ച് അവൻ്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്. എത്ര സീരിയസ് ആണത്! I charge you in the presence of God and Jesus Christ. അയ്യോ, അതിനകത്തൊന്ന് തിമോത്തിക്ക് മാറാനൊക്കത്തില്ല, എബി ഉപദേശിക്ക് മാറാനൊക്കത്തില്ല. നിങ്ങളെല്ലാവരും കൂടെ തിരിഞ്ഞ് പറഞ്ഞാൽ ഐ ജസ്റ്റ് കാൻ മൂവ്. അതെന്താണ്? അതാ കമാൻഡ്മെന്റ്. ഐ ചാർജ് യു ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ന്യായം വിധിക്കുവാൻ വരുന്ന കർത്താവായ യേശുക്രിസ്തു എൻ്റെ പ്രവർത്തനത്തെ ഇവാലുവേറ്റ് ചെയ്യും. താഴോട്ട് വായിച്ച മോളെ പെട്ടെന്ന്.
വചനം പ്രസംഗിക്ക, വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്ക, ആ സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്ക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്ക. അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. നീയോ സകലത്തിലും അവരങ്ങന അവർക്കിഷ്ടമുള്ള വഴി അവർക്ക് പോകണം. നീയോ എന്താ? സകലത്തിലും നിർമ്മതൻ ആയിരിക്ക, ആ കഷ്ടം സഹിക്ക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറവടിയായി നിവർത്തിക്ക. ഇതൊക്കെ അഡ്വൈസ് ചെയ്ത പാസ്റ്റർ ഇപ്പൊ എവിടാ? 6-ാം വാക്യം. ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി അവര്, നീയ്, ഞാന്, അവർക്ക് കർണരസകരമായ വേണം. നീയോ നിർമ്മതനായിരിക്കണം, നിന്റെ വേല നീ തികയ്ക്കണം. ഞാനോ എന്താണ്? പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു. ആ എന്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതു, നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. റോമിലെ ഒരു കാരാഗ്രഹത്തിൽ കിടക്കുക. എന്ത് കിട്ടി ഈ നേരെ നിന്നിട്ട്? ഈ ലോകത്തിൽ മനുഷ്യൻ്റെ മുൻപിൽ കിട്ടാൻ പോകുന്നത് തല ഛേദിക്കപ്പെടാൻ പോകുകയാണ്. പക്ഷെ അകത്ത് കത്തുന്ന ആത്മാവിൻ്റെ തീ കണ്ടോ? അടുത്ത ജനറേഷന് കൈമാറുക. യു പ്രീച്ച് ദ വേർഡ് എന്ന് പറഞ്ഞാൽ പൗലോസിനറിയാൻ ഞാൻ പരാജിതനല്ല. ഇതാണ് നമ്മുടെ അകത്ത് കത്തേണ്ടത്. ലോകത്തിലെല്ലാവരും അംഗീകാരത്തിനല്ല, എല്ലാവരുടെയും വണ്ടിക്കൂലിക്കോ എല്ലാവരുടെയും പൂമാലയ്ക്കോ അല്ല, ദൈവത്തിൻ്റെ ആജ്ഞ അതായതുകൊണ്ട് അതാണ് അനുസരിക്കേണ്ടത്. എന്നെ പോലെയുള്ള ഒരുത്തന് തിയോളജിയും ഏതാണ്ട് സാധാരണ ഒരിടത്ത് പോയി പഠിച്ച് വലിയ കാര്യങ്ങളൊന്നും അറിയാൻ വയ്യാത്ത എന്നെ സ്വർഗത്തിലെ ദൈവം പടുകുഴിയിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ട് കർത്താവ് ശുശ്രൂഷയ്ക്ക് നിയോഗിച്ചു കഴിഞ്ഞ് ഞാൻ അഭ്യാസം കാണിക്കുകയല്ല, വിളിച്ച ദൈവത്തോട് കൂറുപുലർത്തി വിശ്വസ്തനായി അന്ത്യം വരെ നിൽക്കണം. ആരുണ്ടെങ്കിലും കൊള്ളാം, ആരില്ലെങ്കിലും കൊള്ളാം. ഐ ആം ആൻസറബിൾ ബിഫോർ മൈ മാസ്റ്റർ. പ്രൈസ് ദ ലോർഡ്. ആ തീരുമാനത്തോടെ വേണം എല്ലാവരും പോകാൻ. നമുക്ക് എഴുന്നേറ്റ് ദൈവസ്ഥലം നിൽക്കാം. ഒരു പാട്ടിൻ്റെ ഈരടികൾ പാടി ദൈവത്തെ ആരാധിച്ച് സ്തോത്രം.